ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തുതി. 2022 ഞാൻ ബ്രദറിനെ പരിചയപ്പെടുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ബ്രദർ പ്രാർത്ഥിക്കുകയും, അപ്പം എനിക്ക് അന്ന് മക്കളില്ലായിരുന്നു. അപ്പം ബ്രദർ വന്ന് 2-3 ദിവസം ഒന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ മേടിക്കേണ്ട, നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും. അങ്ങനെ 22-ാം തീയതി ഏപ്രിൽ 18-ാം തീയതി ഞാൻ വിശേഷം എന്ന് മൂത്ര ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിശേഷം എന്ന് കയറി. അങ്ങനെ ഉടനെ ബ്രദറിനെ വിളിച്ച്, അപ്പം ബ്രദർ പറഞ്ഞ്, സിസ്റ്ററെ പേടിക്കേണ്ട, ഇത് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പം അങ്ങനെ ഇരുന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ 15-ാം തീയതി ഞാൻ പ്രസവിച്ചത് 6.5 മാസത്തിൽ. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ ആശുപത്രിയിൽ പോയപ്പോഴും ഞാൻ ബ്രദറിനെ വിളിച്ച്, ബ്രദറെ ഞാൻ ആശുപത്രിയാണ്, എനിക്ക് കാല് കയ്യിലെ നീരാണ്, പെട്ടെന്ന് അവരെന്നെ സിസ്റ്റർ ചെയ്ത് കുഞ്ഞിനെ എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞ്, സിസ്റ്ററെ ഒന്നും പേടിക്കേണ്ട, ഒരു കുഴപ്പവും വരുന്നില്ല, മക്കൾ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ 6.5 മാസത്തിലെ പ്രസവിച്ച് മക്കൾ 45 ദിവസം NSലായിരുന്നു. ആ സമയത്തും ബ്രദർ എന്നെ വിളിക്കും, ഞാൻ ബ്രദറിനെ വിളിക്കും. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും ബ്രദറിനെ വിളിച്ച് പറയും, ബ്രദറെ കുട്ടികൾ ഇങ്ങനെ NSലാണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ബ്രദർ പറയും, സിസ്റ്ററെ പേടിക്കേണ്ട, മക്കൾ നല്ല രീതിയിൽ വരും, നിങ്ങൾ പേടിക്കേണ്ട. ആ സമയത്തെല്ലാം ഈ കൂട്ടായ്മയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ പ്രാർത്ഥന. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഇരിക്കുന്ന കൂട്ടായ്മയുള്ള സഹോദരങ്ങളും അവരെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ് എൻ്റെ മക്കൾക്ക്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ മക്കൾക്ക് ഒരു കുറവില്ലാതെ അവരിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് 1.5 വയസ്സായി, ഒരു കുറവില്ല. ദൈവം അവരെ ഇന്ന് വളർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 കോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയായില്ല. ഞാൻ ദൈവത്തോട് ഒന്നാണ് ചോദിച്ചത്, കണ്ണുനീരോടെ എപ്പോഴും പറയും, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ വേണമേ, ഒരു കുഞ്ഞിനെ വേണമേ. ജനങ്ങൾ എന്നെ പരിഹസിക്കുന്നത് പറഞ്ഞത് ഞാൻ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി കർത്താവ് എനിക്ക് 2 കുഞ്ഞിനെയും തന്നു, ഒരാണയും തന്നു, ഒരു പെണ്ണിനെയും. അതിന് ദൈവത്തിന് 1000 കോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന നല്ലത് കാര്യങ്ങൾ കിട്ടി. ഈ 2 മക്കൾ കൂടി പ്രാർത്ഥിക്കും. കർത്താവെ ഇപ്പോൾ തന്നെ ഞാൻ മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വെളിപ്പെടുന്നത്. കർത്താവെ യേശുവിനെ കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോനെ അനുഗ്രഹിക്കുന്നു. ഈ മോളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2 മക്കളെ നിങ്ങളുടെ രക്തം കൊണ്ട് മുദ്ര വയ്ക്കുക. 2 മക്കളെ രക്തം കൊണ്ട് മുദ്ര വയ്ക്കുന്നു. ഒരു അസ്വസ്ഥ തൊടാതെ ദൈവത്തെ മക്കളെ നീ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഭർത്താവിനെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറട്ടെ. ഇവർ ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരാ തീരട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ അവർ വളർന്നു വരുമ്പോൾ ശമുവയെ ബാലിനെ പോലെ ലോകം അറിയപ്പെടുന്ന പ്രവാചകനായി മാറട്ടെ എന്ന് 2 മക്കളും ലോകം അറിയപ്പെടുന്ന പ്രവാചകനാക്കി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഈ മോളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരിൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. ആശേ വടിയാ. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എനിക്ക് പിള്ളേരില്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് ബ്രദർ പറഞ്ഞു, പേടിക്കേണ്ട, ഗർഭിണിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ ചോദിച്ചു, എത്ര മാസമായെന്ന് ചോദിച്ചു. ആരോഗ്യത്തോടെ ഇരിക്കുന്നു കുഞ്ഞെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, പക്ഷെ ഞാൻ ഗർഭിണിയല്ല, എന്നാലും ഞാൻ വിശ്വാസത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ജനുവരിയിലാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ഞാൻ നവംബറിലേ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ബ്രദറിനോട് പറയണം പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഇനിയൊരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ, ചേട്ടന് ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് ചേട്ടൻ ഇൻ്റർവ്യൂവിന് പോയി. ഒരു 10-40 ഇൻ്റർവ്യൂവിനൊക്കെ പോയി. പക്ഷെ ഒന്നും ശരിയായില്ല. അവസാനം ഒരു ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി. അവിടെ എല്ലാം കൊടുത്തിരുന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ എപ്പോഴും
ബ്രദർ എപ്പോഴും ചോദിക്കുമായിരുന്നു എല്ലാം ശരിയായോ, എന്തായി. അപ്പോൾ ഞാൻ ബ്രദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ചേട്ടൻ മാർച്ച് 16-ാം തീയതി വിസയെല്ലാം ശരിയായി ഇപ്പോൾ ദുബൈയിൽ പോയിരിക്കുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. തലമുറയ്ക്കായി നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കൃപ കൊണ്ട് നടക്കണം. ദൈവ സാന്നിധ്യത്താൽ ദൈവം നടത്തണം. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. വിദേശത്തായിരിക്കുന്ന പ്രിയമോനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നന്മ തന്നെ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒരു വിഷയം വേഗം പ്രാർത്ഥിക്കാം. നമ്മുടെ വിൽസൺ, നമ്മുടെ കൂട്ടായ്മ കിടന്ന വിൽസൺ ഞങ്ങൾ ചെറിയ കാലുവേദനയാൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അത് കുറവുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞ് ഇന്നലെയാണ് കൊണ്ടുപോയത്. കുറവുണ്ട്. രാവിലെ വിളിച്ചിരുന്നു. എന്നാലും നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിൽസണിൽ ഇപ്പോൾ തന്നെ അത് തൊട്ട് സൗഖ്യമാക്കിയതിനെ നന്ദി. കർത്താവ് ഇന്ന് തന്നെ ഡിസ്ചാർജായി വരണം. വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ കടന്നു വരണം. കർത്താവേ, നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവയ്ക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കൂടിയിരിക്കുന്ന ആന്റികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തെ ബ്ലെസ് ചെയ്യുന്നു. അഥവാ ശ്യാമിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ബൈക്ക് ആക്സിഡൻ്റായി. അതിന് വേറെ ഒരു കുഴപ്പമില്ല. അവൻ ആശുപത്രിയിൽ ഇപ്പോൾ ഡിസ്ചാർജായി. ശ്യാമിനോട് പ്രാർത്ഥിക്കാമോ? കർത്താവ് ശ്യാമിനെ നീ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അപകടത്തിന് ദൈവം അവനെ വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശ്യാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ദൈവം ശക്തനായ വേലക്കാരനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ പേരും കർത്താവെ അന്ന് തന്നെ തൊട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥന. വിശേഷങ്ങൾ അനീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷയുടെ അമ്മ വന്നിട്ടുണ്ട്. അനീഷ കർത്താവ് എത്രയും വേഗം ഓടി നടക്കണം. അവൾ നടന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരെ ഞങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അനീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾ കാലിൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറി, കാലിൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറി. അവൾ ഇതേപോലെ ജീവനുള്ള സാക്ഷിയായിട്ട് ദൈവയുടെ കൂടെ നിർത്താൻ പോകുന്നതിനായി നന്ദി. അനീഷയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആകാശിലേക്ക് പ്രാർത്ഥിക്കുന്നു. ആകാശിന്റെ കിഡ്നി, പുതിയ 2 കിഡ്നി കർത്താവ് വെച്ചു കൊടുത്തതിന് സ്തോത്രം. ആ മോന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചതിന് നന്ദി. അവരിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കർത്താവെ, ഇനി ഡയാലിസിസ് ഒന്നും വേണ്ടെന്ന് പറയണം. ആകാശത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ഇവിടെ കിടന്ന് എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ കർത്താവെ വിൽബറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽബർ എത്രയും വേഗം നാട്ടിൽ വരണം. ദൂതനവിടെ ഇറങ്ങണം. ഫിലിപ്പോസിലെ കർത്താവെ, ആ കർത്താവ് ഷണ്ടന് സ്നാനം കൊടുത്തിട്ട് പൊക്കി എടുത്തോണ്ട് പോയതുപോലെ മലേഷ്യ പോയിട്ട് 21 വർഷമായി നാട്ടിൽ വരാതെ കിടക്കുന്ന ആ വിൽബറിനെ ബോധന ദൂതന്മാർ പൊക്കിയെടുത്ത് ഈ അമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തണം. കർത്താവെ, അമ്മയുടെ കണ്ണുനീരിന് ദൈവം മാനിക്കണം. 21 വർഷമായിട്ട് നാട് വിട്ടു പോയിട്ട് ആ മോനെ ദൈവം പൊക്കിയെടുത്ത് എവിടെ ഇരുന്നാലും ആ ദൂതൻ ഇപ്പോൾ തന്നെ ഇറങ്ങി അവനെ പൊക്കിയെടുത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തണം. സ്വർഗ്ഗവേദി വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത് കേൾക്കാൻ പോകുന്ന ദൂതനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പ പ്രിയപ്പെട്ട അഭിഷേകത്തിന്റെ നാവോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ യേശുവേ, യേശുവേ, യേശുവേ. ജോലിയായ അപ്പൊ നമ്മുടെ ഭർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ ബ്രദറിനെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഗൾഫിൽ പോയിട്ട് 3 മാസമായി. ഇതുവരെയ്ക്കും ജോലിയൊന്നും ആവാതെ ഭാരപ്പെടുകയാണ്. കർത്താവ്, ഇപ്പോൾ നീ തൊടണം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബ്രദറിന്റെ ദൈവമേ ഇപ്പോൾ തൊടണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജോലി കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന്റെ ഹസ്ബൻഡ് ദൈവം ജോലി കൊടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജോലി റെഡിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, നാളെ സന്തോഷ വാർത്ത കേൾക്കണം. സിസ്റ്റർ സാക്ഷി പറയണം, ജോലി റെഡിയായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്തതിനെ നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 2 കരങ്ങൾ ചേർത്തടിക്കുമ്പോൾ പ്രിയപ്പെട്ട അഭിഷേകത്തിന് മുമ്പിലോട്ട് കടന്നു വന്ന് കണ്ണുകളടക്കം പ്രാർത്ഥിക്കുക. വാത്സല്യമായി ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആത്മീയ നിലവാരത്തിനും അവരുടെ ജീവിതത്തിനും ഭക്തിക്കും എങ്ങനെയാണോ അങ്ങയുടെ വചനം മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ അവർക്ക് വചനം ലഭിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
ആത്മീക വളർച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകും ദൈവമേ, അങ്ങ് ഞങ്ങൾ ഓരോരുത്തരിലും നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾ അനുഭവിക്കട്ടെ. മുട്ടോളം പോരാ, അരയോളം അല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയുടെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവാകും ദൈവം നടത്തണം എന്നങ്ങയോട് അപേക്ഷിക്കുകയാണ്. പൂർണ്ണാധികാരം, പൂർണ്ണ കർത്തൃത്വവും പൂർണ്ണമായ നിയന്ത്രണവും പരിശുദ്ധ ആത്മാവാകും ദൈവത്തിന് നൽകുകയാണ്. വെട്ടേണ്ടതിനെ അങ്ങ് വെട്ടി ഒരുക്കണമേ, ചെത്തേണ്ടതിനെ അങ്ങ് ചെത്തി ഒരുക്കണമേ. ജീവിതം സാക്ഷ്യമുള്ളതും അനുഗ്രഹമുള്ളതും ക്രിസ്തുവിനോടുള്ള സ്നേഹമുള്ളതുമായി ഞങ്ങൾ എല്ലാവരെയും അങ്ങ് പണിയണമേ. പൊളിക്കപ്പെടേണ്ടതെല്ലാം പൊളിയണമേ, പണിയപ്പെടേണ്ടതെല്ലാം പണിയണമേ. യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. ചിലതിനത് പൊളിക്കും, ചിലത് പണിയും. യേശുവിൻ്റെ നാമത്തിൽ പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന വചനത്തിൻ്റെ ശക്തി ഇന്ന് പകലിലും രാത്രിയിലും ഇവിടെ മുഴങ്ങേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭ വളരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. യെസ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം, പ്രയാസങ്ങളങ്ങ് മാറ്റണം, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണം. ഇന്ന് ഞങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചു. ഞങ്ങളുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഇനിയും അനേക സാക്ഷ്യങ്ങളെ കർത്താവ് ദേശത്തോട് വിളിച്ചറിയിക്കണം, കേൾപ്പിക്കണം. അത്ഭുതമായ മറുപടികൾ ഉണ്ടാവണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും അതോടൊന്ന് പറഞ്ഞ ആമേൻ, ശക്തിയോട് പറഞ്ഞ ആമേൻ. പ്രൈസ് ഗോഡ്. കുറെ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളുകളായി. പലപ്പോഴും പാസ്റ്റർ എന്നെ വിളിച്ചു, പ്രിയ ബ്രദർ എന്നെ വിളിച്ചെങ്കിലും എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും അല്ലായിരുന്നു. പലവിധ ആവശ്യങ്ങളും യാത്രകളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വരാൻ പറ്റി. ഇന്നും നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ചിന്തിക്കാം. അന്ന് വന്നപ്പോൾ കണ്ട ഒരുപാട് പേര് ഇല്ല. അങ്ങനെ എനിക്ക് ഓർമ്മയുള്ളത് ഈ സിസ്റ്റർ മാത്രം. എനിക്ക് മനസ്സിലായി പോലുമില്ല. പിന്നീട് ഇപ്പൊ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. സ്തോത്രം. ഒരുപാട് പേര് പുതിയ ആളുകളുണ്ട്, പഴയ ആളുകൾ കുറച്ച് പേരെ കാണുന്നു. എങ്കിലും ദൈവം ഇത്രയും പേര് ഈ ദേശത്ത് കൂട്ടി വരുത്തിയല്ലോ. പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് 3 ഫാമിലിയെ പരിചയപ്പെടാം. എത്ര ഫാമിലി? ഇതൊരു ഫാമിലി മെസ്സേജ്. എനിക്കറിയില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു ഫാമിലി മെസ്സേജ് തന്നു. അപ്പൊ 3 ഫാമിലികളെ ബൈബിളിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തും കേട്ടോ. 3 കുടുംബങ്ങൾ. ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന സഭ അത് കുടുംബമാണ്. എല്ലാവരും വാങ്ങണമെന്ന് പറഞ്ഞ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, കൂടുമ്പോൾ തല്ലുള്ളതല്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നത് ഇത് ഒരുപാട് ദൂരം ഭയങ്കര ദൂരം ഫീൽ ചെയ്യുന്നു, അകൽച്ച. ഓക്കെ, അപ്പൊ ഈ കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ തല്ലുള്ളതല്ല, കൂടുമ്പോൾ വെറുപ്പുള്ളതല്ല, കൂടുമ്പോൾ കയ്പുള്ളതല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, സ്നേഹമുള്ളതാണ്, സന്തോഷമുള്ളതാണ്, സമാധാനമുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലാണ് നമ്മുടെ ആരംഭം. കുടുംബം മാറ്റിയ ആർക്കും ആരംഭമില്ല. യേശു കർത്താവും ഒരു കുടുംബത്തിലെ മെമ്പറാണ്. ഇപ്പൊ എല്ലാവരും പറയും തിരിക്കുടുംബം. എനിക്ക് പറയാനുള്ളത് തിരിക്കുടുംബം അല്ല, എനിക്ക് പറയാനുള്ളത് ഹെവൻലി കുടുംബം. സ്വർഗത്തിലെ കുടുംബത്തിലെ അംഗമാണ് യേശു കർത്താവ്. അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സ്വർഗീയ സൈന്യങ്ങൾ ഉണ്ട്, ദൂതഗണങ്ങളുണ്ട്, സാറാഫുകൾ ഉണ്ട്, എന്ന് വേണ്ട 24 മൂപ്പന്മാരുണ്ട്. ഈ വിധത്തിൽ അലങ്കരിക്കപ്പെട്ട സ്വർഗത്തിലെ ഫാമിലിക്കകത്തെ നമ്പർ 1 വ്യക്തിയാണ് കർത്താവായ യേശു. സ്വർഗത്തിലെ കർത്താവായ യേശു. ഒരു കരിസ്മാറ്റിക് മൂവ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
എന്നിൽ തന്നെ ഒരു കരിസ്മാറ്റിക് മൂവ് എനിക്ക് ഫീൽ ചെയ്യും. സാരിലൊക്കെ അങ്ങനെ അങ്ങ് പോവാം, കുഴപ്പമില്ലല്ലോ. എൻ്റെ രീതികൾ ഇങ്ങനെയല്ല, പക്ഷെ ഇപ്പൊ എന്തായാലും നമുക്കിങ്ങനെ പോവാം. ഇനി ആര് കുത്തിയാലും നെല്ല് വെളുക്കണം, അത്ര ഉള്ള നമ്മുടെ ചിന്ത. ആര് ബ്രദർ കുത്തിയാലും ഞാൻ കുത്തിയാലും ഇനി പൊന്തക്കോസുകാരൻ കുത്തിയാലും കരിസ്മാറ്റിക് ലീഡർ കുത്തിയാലും ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, ആത്മാക്കൾ രൂപാന്തരപ്പെടണം, കള്ളുകുടിയന്മാർ മാനസാന്തരപ്പെടണം, മദ്യപാനം നിർത്തണം, മയക്കുമരുന്നുകൾ വിട്ട് ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക വ്യഭിചാര ദുരാത്മ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് ഒരു ജനറേഷൻ, ഒരു കൂട്ടം ഇവിടെ എഴുന്നേൽക്കുകയാണ്. In the name of Jesus. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്കകത്ത് സമാധാനത്തിന്റെ തീ കത്തിപ്പിടിക്കട്ടെ. സന്തോഷമില്ലാത്ത കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം പകരപ്പെടട്ടെ. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശു വലിയവൻ. എല്ലാവരും വാദം എന്ന് പറഞ്ഞു യേശു വലിയവനെന്ന് പറഞ്ഞു. ഒരമ്മയുടെ കണ്ണുനീരാണ്, ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയാണ് എന്നെ മാറ്റിയത്. 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെ മദ്യപാനം, ബഹളം, പോലീസ് കേസ്, വിഷയങ്ങള്, അടിപിടി, ഇതെല്ലാത്തിലും പോയി നടന്നിരുന്ന ഞാൻ രാത്രിയിലും പകലും ഒക്കെ വീട്ടില് മദ്യപിച്ച് ബോധമില്ലാത്തതുപോലെ കൂട്ടുകാർ പുറത്തു കൊണ്ടുവന്നിടും. വഴിക്ക് അവിടെ ഒന്ന് നിർത്തിയിട്ട് അവരൊക്കെ പോകും. തപ്പിപ്പിടിച്ച് വീട്ടിൽ വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഞാൻ കാണുകയായിരുന്നു. സ്വതന്ത്രം നമ്മുടെ കുടുംബത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞ കുടുംബം. ഇന്നിവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരെ കൊണ്ട് ഞാൻ നിങ്ങളോടൊരു സദ്വർത്തമാനം പറയാം. നിന്റെ കണ്ണുനീർ പാഴാവത്തില്ല. നിന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. തുരുത്തി നിറഞ്ഞിട്ടല്ല, നിറയാനിരിക്കുന്നവനല്ല, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ. അവൻ തുരുത്തിയിൽ അതിനെ ശേഖരിച്ചിട്ടുണ്ട്. അവൻ അതിനെ ബോട്ടിൽ ശേഖരിച്ചിട്ടുണ്ട്. അവൻ മറുപടി തരും. കുടുംബത്തിന്റെ അകത്ത് കണ്ണുനീരോടെ കരയുന്ന പ്രിയ സഹോദരിമാരുടെ അകത്തുണ്ട്, മാതാക്കളിന്റെ അകത്തുണ്ട്. നിങ്ങൾ ഇന്ന് പകലിൽ തലമേറ്റെടുക്കണം. നിന്റെ കുടുംബം നാശത്തിന്റെ കുടുംബമല്ല, നിന്റെ തലമുറ നാശത്തിന്റെ തലമുറകളല്ല. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുള്ള കുടുംബം, പ്രാർത്ഥിക്കുന്ന സഹോദരിയുള്ള കുടുംബം, അത് രക്ഷയുടെ കുടുംബമാണ്. കാരണം വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ. ആ വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 16-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം. 32 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 16-ാം അധ്യായം 32-ാമത്തെ വാക്യം ആണെന്ന് എനിക്ക് തോന്നുന്നു. ബൈബിള് 30 ഒന്ന് വായിക്കാമോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഇനി എല്ലാവരും വലത്തുകരൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചിട്ട് പറഞ്ഞ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന, ഒരു പ്രാവശ്യം കൂടി, വിശ്വസിച്ചിരിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കും. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് വന്നത്. എന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇവിടുത്തെ പാട്ട് കേൾക്കാനും വന്നതല്ല, മറിച്ച് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ കുടുംബം തകരത്തില്ല. ആരുടെയൊക്കെ കുടുംബ ജീവിതങ്ങൾ തകർന്നു കിടക്കുന്ന മതിൽ പോലെ. എന്നാൽ ഇന്ന് പകലിൽ കല്ലോട് കല്ല് വെച്ച് പണിയുന്നൊരു ഭവനം പണിയായി ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ പണിയട്ടെ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പിണക്കം, ഭർത്താവിന് ഭാര്യയോട് പിണക്കം, വീട്ടിൽ മക്കൾ തമ്മിൽ കലക്കം, സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇന്ന് പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തെ, പ്രിയ സ്നേഹിത, 24 വർഷങ്ങൾക്ക് മുമ്പ് മൂക്കറ്റം മദ്യപിച്ച് കുടുംബത്തിന്റെ അകത്തൊരു കലകക്കാരനായി
അമ്മയ്ക്കൊരു തലവേദനയുള്ളവനായി, നാട്ടുകാർക്കൊരു പ്രയാസമായി ഒരു ജോസി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങ് പള്ളൂരുത്തിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവന്റെ അമ്മ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ കുടുംബം, അവളുടെ കുടുംബം നശിച്ചില്ല, സകലരും രക്ഷിക്കപ്പെട്ടു. സ്വോത്രം. എന്റെ കുടുംബത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്വോത്രം. എന്റെ അമ്മ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു, അമ്മയുടെ കുടുംബം രക്ഷിക്കും. മദ്യപിച്ച് ബഹളം വെച്ച് നടന്ന മകൻ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു, 46 വയസ്സായി. അപ്പൊ സിസ്റ്റർ കണ്ടാൽ തോന്നത്തില്ല, ചുമ്മാ പറഞ്ഞു. 46 വയസ്സായി, 24 വർഷം കഴിഞ്ഞു. മദ്യപിക്കേണ്ടി വന്നിട്ടില്ല, പോലീസ് കേസുകളിൽ അകപ്പെടേണ്ടി വന്നിട്ടില്ല. കാര്യം എന്താ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്. അപ്പൊ കുടുംബത്തിന്റെ രക്ഷ ഇരിക്കുന്നത് കല്ലിലല്ല, മണ്ണിലല്ല, പാരമ്പര്യത്തിലല്ല, മാലയിലല്ല. രാമൻ പറയുന്നത് പെട്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. മാല പൊട്ടും. മാല എന്ന് ഉദ്ദേശിച്ചത് ഗോൾഡ് മാലയല്ല. അതൊക്കെ പൊട്ടിപ്പോവും. വിഗ്രഹം താഴെ വീണ പൊട്ടിപ്പോവും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് യേശുവിനെ അതുപോലെ മറ്റു വിഗ്രഹങ്ങളും ഉണ്ടാക്കുന്നത്. അത് താഴെ വീണ ആരുണ്ടാക്കി എന്ന് പറഞ്ഞാലും പൊട്ടും. കാര്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പക്ഷെ യേശു കർത്താവ് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല. യേശു കർത്താവ് ജീവനുള്ള ദൈവമാണ്. അവൻ സത്യദൈവം, അവൻ നിത്യജീവൻ, അവൻ അമർത്യനായ ദൈവം, അവൻ ആദ്യൻ, അവൻ അന്ത്യൻ, അവൻ അൽഫ, അവൻ ഒമേഗ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. അവനൊപ്പം പറയാൻ മറ്റൊരുത്തനുമില്ല. ഓ ഈ ഭൂമിയിൽ രക്ഷപ്പെടുവാൻ മറ്റൊരു നാമമില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമമേ ഉള്ളൂ. മറിയയുടെ നാമമല്ല, പത്രോസിന്റെ നാമമല്ല, പൗലോസിന്റെ നാമമല്ല, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടാൻ ഒറ്റ നാമമുള്ളൂ. മറിയയുടെ നാമമല്ല, പൗലോസിന്റെ നാമമല്ല, പത്രോസിന്റെ നാമമല്ല, സഹതയുടെ നാമമല്ല. സഹത എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു അല്ലേ? ഞങ്ങളുടെ നാട്ടിലുണ്ട് ഈ കുതിരപ്പുറത്ത് കുന്തം പിടിച്ചു വരുന്ന ഗീവർഗീ സഹത എന്ന് പറയും. ആൾക്കാരെല്ലാം അവിടെ പോയി നേർച്ചയിടും, കാഴ്ചയിടും, ഊരുളും. ഭയങ്കര പ്രാർത്ഥനയാണ്. സ്വതന്ത്രം. പക്ഷെ ബൈബിൾ പറയുന്നത് ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. സ്വതന്ത്രം. ഒന്നെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ബ്രദറെ പറ, ബ്രദറ് ഞങ്ങളോട് സത്യം തന്നെ പറയണം. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം തന്നെ പറയാം. മറ്റൊരുത്തരിലും കല്ലിൽ രക്ഷയില്ല, മണ്ണിൽ രക്ഷയില്ല, വിണ്ണിൽ രക്ഷയില്ല, ഉണ്ടാക്കിയ മാലയിൽ രക്ഷയില്ല, അതിലൊന്നിൽ രക്ഷയില്ല. ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടാൻ ഒറ്റ നാമമേ ഉള്ളൂ. എന്റെയും നിന്റെയും കുടുംബത്തിന്റെ തലമുറയുടെ ഭർത്താക്കന്മാരുടെ മാറ്റത്തിന്, രൂപാന്തരത്തിനും സ്വഭാവ രൂപാന്തരത്തിനും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. 3 കുടുംബങ്ങളെ പറ്റി ബൈബിളിനെ ആസ്പദമാക്കി ഞാൻ പറയാം. ഒന്ന് പഴയ നിയമ കാലഘട്ടത്തിലുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബ നാഥന്റെ പേരാണ് ജോഷുവ. എന്താ പേര്? യോശുവ. ഇംഗ്ലീഷിൽ ജോഷുവ എന്ന് പറയും, മലയാളത്തിൽ യോശുവ എന്ന് പറയും. അദ്ദേഹമാണ് ആ കുടുംബത്തിന്റെ നായകൻ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. കൃപയാൽ ഒരു ഭാര്യയുണ്ട്. രാമൻ പറഞ്ഞു. ഇന്നിപ്പോ പല ഭാര്യമാരുണ്ട്. സ്വതന്ത്രം. ആത്മീയത്തിൽ നോക്കിയാൽ തന്നെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ശുശ്രൂഷക്കാരൻ വന്നിരിക്കുകയാണ്, 2 ഭാര്യമാർ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സ്വതന്ത്രം. അപ്പൊ ചിലർ ബ്രദറിന്റെ ഗതികേടും. അതല്ല കേട്ടോ, ബൈബിൾ വിശുദ്ധിയുടെ പുസ്തകമാണ്. രാമൻ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ കർത്താവായ യേശുവിന് ഒറ്റ ഭാര്യയുള്ളൂ. അത് അവന്റെ സഭയാണ്. സ്വന്തം ഒരാമയം പറഞ്ഞ കാര്യം പറഞ്ഞ് ഒരൊറ്റ മണവാട്ടിയുള്ളൂ.
അതവന്റെ സഭയാണ്. സ്വന്തം സഭയ്ക്ക് ഒരൊറ്റ ഭർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അപ്പോ ആ ഭക്തൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബവും കൂടി മോശയോടൊപ്പം അങ്ങ് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഒത്തിരി അത്ഭുതങ്ങൾ അദ്ദേഹം കണ്ടു. ആ ഭക്തൻ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. ചെങ്കടൽ പിളർക്കുന്നത് കണ്ടു, മഞ്ഞ വീഴുന്നത് കണ്ടു, സമാഗമന കൂടാരത്തിന്റെ അകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് കണ്ടു. ഇതെല്ലാം കണ്ടു. ഇദ്ദേഹം മാത്രമല്ല കണ്ടത്, ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ലക്ഷക്കണക്കിനുള്ള ജനസമൂഹങ്ങളും മറ്റു കുടുംബങ്ങളും ഒക്കെ കണ്ടു. പക്ഷെ മറ്റു കുടുംബങ്ങളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായി. അങ്ങ് വന്ന് ദേശത്തെത്തിയപ്പോ ജനത്തിന് മൊത്തം ഇപ്പൊ ഇവരെ പുറത്തിറക്കിയ രക്ഷിച്ച സത്യദൈവത്തെ വേണ്ട, അവർക്കെല്ലാവർക്കും ബാലിനെ ആരാധിക്കണം, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കണം, അല്ലെങ്കിൽ ആചാരങ്ങൾ ചെയ്യണം. അപ്പൊ ഈ ഭക്തൻ പറയുന്ന ഒരു വാക്കുണ്ട്, ശക്തിയേറിയ വാക്കാണ്. വിശുദ്ധ ബൈബിളിൽ ആ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ളവർ? ഞാൻ വെറുതെ അല്ല നിന്നെ കൊണ്ടുവന്നത്, എൻ്റെ ഭാര്യയാണ്. നല്ല ക്ലാപ്പ് കൊടുത്തി നോക്കുക. വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ബൈബിൾ. ഹല്ലേലൂയ. അവർ ഞാൻ എവിടെ പോയാൽ എൻ്റെ കൂടെ വരും. ഞാൻ പലപ്പോഴും ചോദിക്കും എന്നെ വല്ല സംശയം ഉണ്ടാകും. പക്ഷെ അവൾ പറയാം സംശയമായിട്ടല്ല, അച്ഛൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരാമി പറഞ്ഞു. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്, എവിടെ പോയാലും എൻ്റെ കൂടെ ഇങ്ങനെ വരിക. ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന പറ്റത്തില്ല, 4 മക്കളുണ്ട്. കർത്താവിന് നന്ദി പറഞ്ഞു. ഒന്നിന് കുറവില്ല, കൃപയാൽ ഒരു ഭാര്യ 4 മക്കൾ. 4 മക്കളുണ്ട്. അപ്പൊ മക്കളെ നോക്കാൻ അവിടെ ഇരിക്കുന്നത് അവള് ഞാനും വരാച്ച, ഞാനും വരാം, എന്റെ കൂടെ വരിക. എന്താ കാര്യം എന്നറിയോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി നിന്റെ അകത്ത് ഒറ്റയ്ക്ക് വന്ന സഹോദരിമാരുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, നാളുകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഭർത്താക്കന്മാരോട് ചേർന്ന് വിശ്വസിക്കുന്ന സഹോദരിമാർ കർത്താവിന് നന്ദി പറഞ്ഞ് വിശ്വസിക്കുക. ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ ഭർത്താവും ചേർന്ന് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കും. ഞാനും എന്റെ ഭർത്താവും ചേർന്ന് സുവിശേഷത്തിന്റെ വേല ചെയ്യും. ഞാനും എന്റെ ഭാര്യയും ചേർന്ന് കർത്താവിന്റെ മഹത്വം വിളംബരം ചെയ്യും. എന്താ കാര്യം? കർത്താവായ യേശുവിൽ വിശ്വസിച്ച നിന്റെ കുടുംബം യേശുവിനുള്ളതാണ്. നിന്റെ ഭർത്താവ് നിന്റെതല്ല, അത് കർത്താവിൻ്റെതാണ്. നിന്റെ ഭാര്യ നിന്റെതല്ല, അത് കർത്താവിൻ്റെതാണ്. നിന്റെ മക്കൾ നിന്റെ സ്വന്തമല്ല, അത് കർത്താവിനുള്ളതാണ്. കർത്താവിൽ വിശ്വസിച്ച ഭക്തൻ പറഞ്ഞ വാക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് വായിക്കാം. വായിച്ചോ. യഹോവയെ സേവിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് ദേവന്മാരെയോ നിങ്ങൾ തിരഞ്ഞെടുത്തോ. അദ്ദേഹം പറയണം നിങ്ങൾ തിരഞ്ഞെടുത്തോ. മാല വേണമെങ്കിൽ മാല, പിന്നെ എന്താണ് ഈ ഫ്ലാഷ് ഓഫ് പാരിസം വേണമെങ്കിൽ ഫ്ലാഷ് ഓഫ് പാരിസം, കുന്തം കൊണ്ടിരിക്കണം വേണമെങ്കിൽ കുന്തം കൊണ്ടിരിക്കുന്നത്, വാളും പിടിച്ചിരിക്കുന്നത് വേണമെങ്കിൽ വാളും പിടിച്ചിരിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഈ കുടുംബത്തിന്റെ നായകൻ പറയുന്ന അടുത്ത വാക്ക് കേട്ടോളൂ, വായിച്ചു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ ജനം വഴിതെറ്റി അന്യദൈവങ്ങളെ ആരാധിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിലെ കുടുംബത്തിന്റെ തലവനായിരുന്ന യോശുവ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് നിങ്ങൾക്ക് സേവിക്കാം, നിങ്ങളുടെ കരത്തിൽ ഞാൻ പിടിക്കത്തില്ല, നിങ്ങളെ ഞാൻ അതിനെ വിട്ടുതരുന്നു. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാം, വിശ്വസിച്ച ദൈവമക്കൾ ഒരുമിച്ച് പറയാം, ഞങ്ങളുടെ ദൈവം ഊമ വിഗ്രഹങ്ങളല്ല. ഞങ്ങളുടെ ദൈവത്തിന് മൂക്കുണ്ട്, അതിന് ശ്വാസവുമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് വായുണ്ട്, അത് സംസാരിക്കും. ഞങ്ങളുടെ ദൈവത്തിന് കൈയുണ്ട്, അത് കരം നീട്ടും. സത്യ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ആമേൻ. അപ്പൊ ഒരു കുടുംബത്തിന് നമ്മൾ പരിചയപ്പെട്ടു. ആ കുടുംബത്തലവന്റെ പേരാണ് യോശുവ. ജനം മുഴുവൻ തെറ്റിപ്പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സത്യ ദൈവത്തെ ആരാധിക്കും. ആ കുടുംബം വിജയിച്ചു. അടുത്തത് കേൾക്കണം,
ആ ദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹീതനായ മോശയ്ക്ക് പിന്നാലെ ഏറ്റവും ശ്രേഷ്ഠനായി മാറിയ, അവിടെ പറയുന്നത് ദാൻ മുതൽ ബേർശേബ വരെയുള്ള ആ സ്ഥലം മുഴുവൻ ഭാഗിച്ച് ഓരോരുത്തർക്കും കൊടുപ്പാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവ ദാസനാക്കി യോശുവയെ ദൈവം മാറ്റി. ഇന്ന് പകലിൽ കേട്ടോണം, കർത്താവിനെ സേവിക്കാൻ വില കൊടുത്തു നീ ഇറങ്ങിയാൽ, കർത്താവിനെ ആരാധിപ്പാൻ നീ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് നിമിത്തം ഒത്തിരി വേദനകൾ അനുഭവിച്ച് നിന്ദകൾ അനുഭവിച്ച് നിൽക്കുന്ന ചിലത് നിന്റെ അകത്തുണ്ട്. പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് വീട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വേദനിച്ച് നിൽക്കുന്ന ചിലരിൽ നിന്റെ അകത്തുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നിന്നെ മാനിച്ച് ഉയർത്തുന്ന ദിവസങ്ങൾ വരും. സത്യ ദൈവത്തിന് വേണ്ടി നിന്ന ഒരുത്തനെയും ദൈവം കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തും ഇല്ല. എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയത്തക്കവണ്ണം ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ഒന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഒരിത്തിരി കൂടി ശബ്ദം ഉയർത്തി വിളിക്കാമോ? ഹല്ലേലൂയ. അപ്പൊ എന്ത് കിട്ടിയെന്ന് നാട്ടുകാർ ചോദിക്കും, വീട്ടുകാർ ചോദിക്കും. ഞാൻ പണ്ട് മദ്യപിച്ച് കിടക്കുമ്പോ എൻ്റെ അമ്മയോട് നാട്ടുകാരിൽ പലരും, അമ്മയുടെ പള്ളിക്കാരിൽ പലരും ചോദിക്കും, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നിന്റെ മോൻ ഇപ്പോഴും കള്ളു കുടിച്ച് ബഹളം വെച്ച് നടക്കുകയല്ലേ? പക്ഷെ അമ്മ വിട്ടില്ല. അമ്മ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും, ഒരാമ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കും. സ്വത്രം കഴിഞ്ഞില്ല, കുറച്ചു കാലം കഴിഞ്ഞില്ല, അതിക്ക് മുമ്പ് അമ്മയുടെ മകനെ തൊട്ടെങ്കിൽ ഇന്ന് പകലിൽ വേദനകളും നിന്ദകളും പ്രയാസങ്ങളും ഘട്ടങ്ങളും ഞെരുക്കങ്ങളും രോഗങ്ങളും വന്നിട്ട് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഈ ഹോളിന്റെ അകത്ത് നീ വരാൻ കാണിച്ച മനസ്സില്ലേ? ആ മനസ്സ് നസ്രായന് നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ തൊടാനുള്ള മനസ്സാണ്. ഹല്ലേലൂയ. ഇന്ന് ചില കുടുംബങ്ങളെ ദൈവം തൊടും കേട്ടോ. ഇന്ന് ചില വീടുകൾക്കകത്തുള്ള ചില കയ്പിന്റെ വഴക്കിന്റെ അനുഭവങ്ങൾ മാറിപ്പോകും. വാക്കുകൾക്കകത്ത് വരുന്ന വഴക്കുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. പുറകിലിരിക്കുന്ന സഹോദരി ദൈവാത്മാവനോട് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനത്തിന്റെ ഒരു കുട പിടിച്ച് ഒരു ദൂതൻ നിൽക്കുന്നത് പോലെ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ കാണിക്കുന്നു. സമാധാനം എന്ന് എഴുതി പിടിച്ച കുട നിന്റെ വീട്ടിന്റെ അകത്ത് സമാധാനത്തിന്റെ കുടവിടരും. കലക്കത്തിന്റെയും വെറുപ്പിന്റെയും വേദനകളുടെയും മഴ പെയ്യുന്ന ആ മഴച്ചാറ്റൽ കൊള്ളാതിരിപ്പാൻ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയുവാൻ ശക്തനാകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ അവൻ മാറ്റും. ആമേൻ, ആമേൻ, ആമേൻ. കലക്കങ്ങളും വെറുപ്പുകളും കയ്പുകളും പിണക്കങ്ങളും ഈർഷകളും ആകുന്ന മഴ പെയ്യുന്ന കുടുംബങ്ങൾക്കകത്ത് സ്വർഗത്തിന്റെ സമാധാനം പിടിച്ച് ദൂതഗണങ്ങൾ ഇറങ്ങി നിൽക്കുന്നു എന്ന് ഇന്ന് പകലിൽ വിശ്വസിച്ചു കൊള്ളുക. നിന്റെ വീട്ടിൽ കലക്കമാണെങ്കിൽ, നിന്റെ വീട്ടിൽ പിണക്കമാണെങ്കിൽ, നിന്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഭർത്താവിന്റെ വാക്കുകൾക്കകത്ത് നിവേദനപ്പെട്ട് കരയുന്നുവെങ്കിൽ, ഇന്ന് പകലിൽ നിന്നോടാ ദൈവം പറയുന്നത്, നിന്റെ വീട്ടിന്റെ അകത്തുള്ള കലക്കത്തിന്റെ ആത്മാവിനെ പുറത്താക്കിയിട്ട് സമാധാനത്തിന്റെ ആത്മാവ് നിന്റെ വീട്ടിൽ വസിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു. ആമേൻ, ആമേൻ. യേശുവേ എന്ന് വിളിച്ചേ. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവം. ബൈബിൾ പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചമച്ചു. അപ്പൊ നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. കുടുംബങ്ങൾക്കകത്ത് കലക്കം ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ പരിപാടിയല്ല. കുടുംബങ്ങൾക്കകത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ പ്രശ്നമല്ല, ദൈവത്തിന്റെ പരിപാടിയല്ല. മറിച്ച് ദൈവം സ്നേഹത്തിന്റെ ആത്മാവാണ്.
പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ മക്കളും ഭർത്താവും ഭാര്യയും ചേർന്ന് സമാധാനത്തിൽ വസിക്കുന്ന ഒരു കുടുംബം സ്ഥാപിക്കാനാണ് സ്വർഗത്തിലെ കുടുംബം വിട്ട് പുത്രൻ ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞോ, ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ കുടുംബത്തിൽ കലക്കം വേണ്ട, കലക്കമിടുന്ന പിശാചെ ഞങ്ങൾക്ക് പിടികിട്ടി, ദൈവത്തിന്റെ പദ്ധതിയല്ല ഇത്. മദ്യപാനമിടുന്ന പിശാചെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ കുടുംബ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിന്റെ ദൈവം ശക്തിയോടെ വാഴും. അപ്പൊ ഒന്നാമത്തെ കുടുംബം നമ്മൾ കണ്ടു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ആരെ സേവിക്കും? യഹോവയെ. അതിനർത്ഥം സത്യ ദൈവത്തെ ആരാധിക്കും. സത്യ ദൈവത്തെ. സ്തോത്രം. സത്യ ദൈവത്തെ ആരാധിക്കും. ആ ഭക്തൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ഞങ്ങൾ സത്യ ദൈവത്തെ ആരാധിക്കും. ഈ പറഞ്ഞ പുള്ളി ആ രാജ്യത്ത്, ആ ദേശത്ത് മുഴുവൻ ദൈവം അദ്ദേഹത്തെ അങ്ങ് മാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൺഫസ് ചെയ്യുന്ന വാക്ക് എല്ലാവരും ഒന്നും കൂടെ പറഞ്ഞ, വാലല്ല എന്നെ തലയാക്കി. യോശുവയെ ആരാക്കി മാറ്റി? തലയാക്കി മാറ്റി. എന്താ കാര്യം? ഒറ്റ വാക്കാണ്, ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കും. ബാലിനെ ഞങ്ങൾ മുട്ടുമടക്കത്തില്ല, ഞങ്ങൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിടത്തില്ല. ഞങ്ങളുടെ ദൈവം സത്യത്തിന്റെ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ആത്മാവാണ്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും മാത്രം ആയിരിക്കും. ഇത് പറഞ്ഞവന്റെ കുടുംബം ദേശത്ത് സമാധാനം അനുഭവിക്കാൻ തുടങ്ങി. അവന്റെ കുടുംബം അനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ സത്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ? ഇന്ന് നീ ഒറ്റയ്ക്കാണ് ഇവിടെ ആരാധനക്ക് വന്നത്. വീട്ടിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്, വഴക്കുകളുണ്ട്, എല്ലാം ദൈവത്തിനറിയാം. എന്നാൽ ദൈവം ആ അവസ്ഥകളെ മാറ്റിയിട്ട്, ആ സാഹചര്യങ്ങളെ മാറ്റിയിട്ട് ഒരു ബെഡ്ഷീറ്റ് പുതപ്പിക്കുന്നത് പോലെ, ഒരു കട്ടിലിൽ വിരിക്കുന്നത് പോലെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ നിന്റെ വീട്ടിന്റെ അകത്ത് വിടർത്തി പിടിക്കുന്ന ഒരു കുട പോലെ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി യേശുവിന്റെ ജനനത്തിങ്ങൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അതുപോലെ കുടുംബങ്ങളിൽ സമാധാനം നദി പോലെ ഒഴുകട്ടെ. രണ്ടാമത്തെ ഒരു കുടുംബമുണ്ട് ബൈബിളിൽ. ഞാൻ അത്രയും പറഞ്ഞ് പഴയ നിയമ കുടുംബത്തെ വിടുകയാണ്. ഇനി പുതിയ നിയമ ഭാഗത്തുള്ള രണ്ട് കുടുംബങ്ങളെ പറയും. രണ്ടാമത്തെ കുടുംബമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ആയിരുന്ന വിവാഹത്തിലായിരുന്ന അല്ലെങ്കിൽ അവിടെ ആയിരുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വീടാണ് കാനാവിലെ കല്യാണം. തട്ടിയാലും പൊട്ടിയാലും എല്ലാത്തിനും ഒരു പരിപാടി ഉണ്ടാവും. കല്യാണം, കാനാവിലെ കല്യാണം വളരെ നല്ലതാണ്, ഇല്ലേ? കല്യാണം നടക്കുന്നത് വീട്ടിലാണ്. ഒരാമേ പറഞ്ഞത്, വീടില്ലാത്തവര് കല്യാണമുണ്ടോ? അവര് കല്യാണവും ഇല്ല, വിവാഹവും ഇല്ല. സ്വോത്രം. അവന് വീടുള്ളത് കൊണ്ട് അവിടെ വീട്ടിലൊരു കല്യാണമുണ്ട്. സ്വോത്രം. അതുപോലെ തന്നെയാണ് കുഞ്ഞാടിന്റെ കല്യാണം. ഒരാമേ പറഞ്ഞു, ഫാമിലിക്കകത്തൊരു കല്യാണം വരുന്നുണ്ട്. കുഞ്ഞാട്ടിന്റെ കല്യാണമാണ്, കുഞ്ഞാടിന്റെ കല്യാണമാണ്. അവന്റെ കാന്തയായ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പന്തല് കെട്ടി അതൊക്കെ എന്റെ ഭാവനയാണ്. ആ കല്യാണം, വിവാഹം നടക്കും. അന്ന് ദൈവത്തിന്റെ മക്കൾ തേജസ്സിൽ അവന്റെ മണവാട്ടിയായി മാറും. അപ്പൊ ഫാമിലിക്കകത്ത് വിവാഹമുണ്ട്. സ്വോത്രം. ഇത് കേൾക്കുന്ന ആരെങ്കിലും മക്കൾക്കോ അവരാരെങ്കിലും കുടുംബത്തിലോ വിവാഹ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തടസ്സത്തെ വിശ്വസിക്കരുത്. ഒരാമേ പറഞ്ഞു, തടസ്സത്തെ വിശ്വസിക്കരുത്. നോ, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. എന്റെ മകൾക്ക് ഇത്ര പ്രായമായി, എന്റെ മകൻ ഇത്ര പ്രായമായി, വിവാഹം നടന്നില്ല, നാട്ടുകാർ പുച്ഛിക്കുന്നുണ്ട്, വീട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുകയാണ്, എന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വീട്ടിന്റെ അകത്തുള്ള വിവാഹ തടസ്സങ്ങൾ മാറിയിട്ട് യോഗ്യമായ വിവാഹ ബന്ധങ്ങളെ ദൈവം കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പലരും വിവാഹം കഴിഞ്ഞിട്ട് പെട്ടിരിക്കുന്ന പലരും ഉണ്ട്. വിവാഹം കഴിച്ചത് കൊണ്ട് പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിവാഹം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചെറുക്കൻ അല്പം അടിക്കും, ചിലപ്പോൾ ഇടിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് പേര്, ഒരുപാട് കുടുംബങ്ങൾ. എന്തായാലും കുടുംബമായെങ്കിൽ ഒരു വിവാഹമുണ്ട്. ഇതുപോലെ കാനാവിലെ കല്യാണ വീട്ടിൽ എന്തുണ്ടായി? ഒരു വിവാഹ ചടങ്ങുണ്ടായി, ഒരു വിവാഹ വേദി ഉണ്ടായി. അതും ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്കകത്ത് ഒരു വിവാഹത്തിന്റെ ഒരാഘോഷം വന്നു.
അവിടെ യേശു ഉണ്ടായിരുന്നു. സ്വതന്ത്രം മാത്രമല്ല, ചിലരങ്ങനെ നോക്കുന്നു, ഇയാൾ യേശു എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒരാമേ പറഞ്ഞു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞ, മോനെ ഇവരുടെ വൈൻ തീർന്നു പോയി. സ്വതന്ത്രം ഇന്ന് വൈൻ തീർന്ന കണ്ടീഷനിൽ ആരെങ്കിലും ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സദ്വർത്താനമുണ്ട്. വൈനെ വർദ്ധിപ്പിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. എന്ത് മനസ്സിലായി? അർത്ഥം നിന്റെ കുടുംബത്തിൽ ചില കയ്പുകളും ചില വേദനകളും സങ്കടങ്ങളും ശൂന്യതകളും ആയിട്ടാണ് നീ ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്നതെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ കയ്പും ആ ശൂന്യതകളും ആ കുറവുകളും മാറ്റിമറിക്കുവാൻ യോഗ്യനായ അത്ഭുത മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ പച്ചവെള്ളത്തെയും വൈനാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ വൈനാണ് തീർന്നു പോയത്. യഹൂദന്മാരുടെ ചരിത്രം അനുസരിച്ച് വിവാഹത്തിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് വൈൻ. യെരുശലേം പള്ളിയുടെ മതില് പണിയുന്ന സമയത്ത് അവർ കുടിച്ചു തീർത്തത് ലിറ്റർ കണക്കിന് വൈനാണ്. അതുകൊണ്ട് മദ്യപിച്ച് അടിച്ച് നടന്നോ നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് യഹൂദന്മാർ വൈൻ കുടിക്കുന്നവരായിരുന്നു. അത് ഇന്നത്തെ മദ്യമല്ല, എന്നാൽ വൈൻ കുടിക്കുന്നവരായിരുന്നു. അവരുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് അവിടെ വൈൻ തീർന്നുപോയി. പക്ഷേ വൈൻ തീർന്നെടുത്ത് വൈൻ ഉണ്ടാക്കും. ഇനിയിപ്പം നിങ്ങൾ എന്നോട് പറയാണ്, പാസ്റ്ററെ ബ്രദറെ ഞങ്ങളുടെ വൈൻ തീർന്നുപോയി എന്ന് പറഞ്ഞ് ഞാൻ പറയും, ഒരു 2 കിലോ മുന്തിരി മേടിച്ചിട്ടുണ്ട്. ഒരു 2 കിലോ മുന്തിരി, 2 കിലോ മുന്തിരിക്ക് ഒരു 1/2 കിലോ പഞ്ചസാര, പിന്നെ കുറച്ച് ഗോതമ്പ്, കുറെ മെറ്റീരിയൽ ലിസ്റ്റ് ഞാൻ കിട്ടും. നിങ്ങൾ അന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ പറയും, ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങുന്നു പറയൂലേ? പറയും. കാര്യം എന്താ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞ, മനുഷ്യന് അസാധ്യം പക്ഷെ ദൈവത്തിന് സകലം. കരമടിച്ച് യേശുവിന് മകത്തുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ കുറവുകൾ മനുഷ്യൻ പരിഹരിക്കാൻ നോക്കിയാൽ മാസങ്ങൾ പിടിക്കും, നാളുകൾ പിടിക്കും. എന്നാൽ അത്ഭുത മന്ത്രിയായ യേശുവിന്റെ ഒരൊറ്റ നോട്ടത്തിൽ കിണറ്റിൽ കിടന്നിരുന്ന വെള്ളം വൈനായി മാറിയെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥകൾക്കകത്തുള്ള ശൂന്യതകളെ കയ്പുകളെ മധുരമാക്കി മാറ്റുക. എല്ലാവരും ഒന്ന് വലത്ത് കരങ്ങനെ എങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു, യേശു സർവശക്തനുമാണ്. മനുഷ്യരായ നമ്മൾ ആദ്യമാരിക്കൊക്കെ അറിയാം, നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വൈനൊക്കെ കെട്ടും. വൈനൊക്കെ കെട്ടിയൊക്കെ വെച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ എടുക്കും. അപ്പൊ പറയും നല്ല ലഹരി നല്ല ഗുണമൊക്കെ വേണമെങ്കിൽ കുറെ ചിലർ കൊണ്ട് മണ്ണിൽ കുഴിച്ചിടും. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. യേശു അതൊന്നും അല്ല ചെയ്തത്. യേശു പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കും, വെള്ളം കോരി അങ്ങ് നിറച്ചു. അടുത്ത വാക്ക് പറയണം, വക്കോളവായി. സ്വന്തം വക്കോളായ യേശു പറഞ്ഞു, മതി, ഇനി എന്ത് ചെയ്യണം? കോരി എല്ലാവർക്കും കൊടുക്കുക. വിരുന്നുവാരിയുടെ അടുത്ത് ചെന്നപ്പോൾ വിരുന്നുവാരി നോക്കിയിട്ട് പറയാണ്, ദിസ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഒരാളെ പറഞ്ഞു, ഇതൊരു സൂപ്പർ നാച്ചുറലാണ്. സമ്പത്ത് ഏരിയയിലേക്ക് കടന്ന് വിശ്വസിച്ചു കേട്ടോ. അധ്വാനം കൊണ്ടല്ല, യഹോവയുടെ അനുഗ്രഹം കൊണ്ട് സമ്പത്ത് വരുന്നു. കടം കൊണ്ട് കുടുംബത്തിൻ്റെ അകത്ത് പ്രയാസപ്പെടുന്നെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ലോൺ അടച്ചു തീർക്കാം എന്നുള്ള ചിന്തയാണെങ്കിൽ ഇന്നതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പറ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന ജോതയുടെ സമ്പത്ത് നിന്റെ കയ്യിൽ വരും. നീ സമ്പന്നനായി മാറും. ഒരാളെ പറഞ്ഞു ശ്രദ്ധിച്ചോ, നാളുകൾ കൊണ്ട് അധ്വാനിച്ച് ഡെയിലി 500 രൂപ മാറ്റി വെച്ച് മാസത്തോളം ആയിരങ്ങൾ അടച്ച് നിന്റെ കടം മാറുമെന്നാണോ നിന്റെ വിചാരം? എന്നാൽ ഇന്ന് പകലിൽ അത് നടക്കട്ടെ. പക്ഷെ ഇന്ന് പകലിൽ ഇങ്ങനെ കൂടി വിശ്വസിക്കുക, എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരും. തീർത്തു തരുന്ന കർത്താവ് കടം കൂട്ടുന്ന കർത്താവല്ല, കടം വർദ്ധിപ്പിക്കുന്ന കർത്താവല്ല, കടം തീർക്കുന്ന ദൈവം. വായ്പ വാങ്ങാൻ നിനക്ക് ഇടവരത്തില്ല, കൊടുക്കാൻ ദൈവം നിനക്ക് സമൃദ്ധി തരും. നിന്റെ കുറവ് പണത്തിൻ്റെതാണെങ്കിൽ ഇന്ന് പകലിൽ അപ്പനോട് പറ, അപ്പാ ഐ ബിലീവിംഗ് ഇൻ സൂപ്പർ നാച്ചുറൽ മണി. ഞാൻ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു. ഇല്ലേ? നമ്മൾ ബുദ്ധിയുള്ളവരാണ്. ഞാൻ ബുദ്ധിയുള്ള ആളാണ്. എൻ്റെ മോക്കിപ്പോ 20 വയസ്സായി. 2 വർഷം കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചു വിടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സകല പരിപാടി ഞാൻ ചെയ്യുന്നു. കുറി കൂടിയിട്ടുണ്ട്, എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം തിരുവനന്തപുരം ചെറിയ പൈസയൊന്നും പോരാ.
കാറ് വേണം, ബൈക്ക് വേണം. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ കാറും ബൈക്കൊന്നും ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഈ ഏരിയ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പാവം വളരെ തീരദേശത്ത്, ഞാനൊരു തീരദേശക്കാരനെ, ജനിച്ചു വളർന്നപ്പെട്ടത് കൊച്ചിയില്ല. തീരദേശത്ത് ജനിച്ചു വളർന്നപ്പെട്ട നല്ല അനുഗ്രഹീതമായ ആത്മാർത്ഥതയുള്ളവരെ തീരദേശത്തുള്ളവരെ എനിക്ക് നന്നായിട്ടതറിയാം. അവർ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളവരാണ്. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ അങ്ങനെയുള്ളവർ തന്നെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് ഒരുപാട് സ്ത്രീധനം വേണം, കാറ് വേണം, ബൈക്ക് വേണം, ചെണ്ട വേണം, കുരവ് വേണം, വീട് വേണം, സ്വത്രം എല്ലാം കൊടുത്തിട്ട് പിന്നെ അവന് തൃപ്തിയില്ല. ബാക്കിയുള്ളത് നമുക്കുള്ള സ്വത്തിനും കൂടി കണ്ണും വെച്ചുകൊണ്ടിരിക്കുന്ന വില്ലന്മാര്, ഒത്തിരി വില്ലന്മാര് സ്വർണം കൊടുത്തു, ബൈക്ക് എന്നിട്ടും മതിയായില്ല. ലാസ്റ്റ് ആ 3 സെന്റും കൂടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കണ്ണം വെച്ചുകൊണ്ടിരിക്കുന്ന വില്ലന്മാരൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ മക്കളെ എങ്ങനെ കഴിപ്പിച്ച് വിടും? എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, ഭാരമാണ്, പ്രയാസമാണെന്ന്, കടമാണെന്ന് ചിന്തിച്ച് നാളുകൾ കൊണ്ടത് വീട്ടാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നല്ലതാണ്. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, അങ്ങനെ സ്വരുക്കൂട്ടുന്ന ആളാണ്. അങ്ങനെ വേണം. രാമൻ പറഞ്ഞേ, പക്ഷെ അതിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറലിൽ കൂടി വിശ്വസിക്കണം. എന്റെ അധ്വാനം കൊണ്ടല്ല, എന്റെ ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് പ്രവാചക പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഈ ക്ഷാമം മാറുമോ? പ്രവാചകന്റെ അടുക്കൽ വന്ന് മാറും. നാളെ 24 മണിക്കൂറിനുള്ളിൽ ആ നഗരത്തിന്റെ കവാടത്തിങ്കൽ അപ്പം സൗജന്യമായി അപ്പം വിൽക്കും. വന്നവൻ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ ഇത് സംഭവിക്കും. വേണം വിശ്വാസി, വിശ്വസിക്കാത്തവനെ നീ അത് കാണും, പക്ഷെ നീ തിന്നത്തില്ല. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ചോ? ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാനയെ തന്നവൻ, മന്നയെ തന്നവൻ, കൈകൾ പാറയ്ക്കകത്തു നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, കടം വീട്ടാനുള്ളത്. പിന്നെ കടത്തിൽ നിൽക്കുക. എവിടെ നിൽക്കുകയാണിപ്പോ? ആ കുടുംബം ഒരു കടപ്പാടി നിൽക്കുക. വൈ തീർന്നുപോയി, ദേശത്ത് നാണക്കേടായി, നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. ഇത്തിരി വേണ്ട പൈസയൊക്കെ വാങ്ങിച്ച് നടത്തിയ കല്യാണമാണ്. എന്നെ ഉണ്ടോ ഇത് കണക്കെടുക്കണ്ടേ, ലിസ്റ്റ് എടുക്കണ്ടേ, ആളുകൾ എത്ര വിളിച്ച് ഇതെല്ലാം നോക്കണ്ടേ, ബുദ്ധി ഉപദേശിക്കുന്ന കുറെ ബുദ്ധിരാശസന്മാരി. എന്നാൽ ഒറ്റന്നപ്പുറത്തെ കടയിൽ പോയിട്ട് 2 കുപ്പി വൈൻ മേടിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. ആരുമില്ല. ബുദ്ധി ഉപദേശിക്കുന്ന ഒരുപാട് ബുദ്ധിരാശസന്മാർ നമ്മളോട് കുറെ ബുദ്ധിയൊക്കെ പറയും. അതൊക്കെ നേരത്തെ നോക്കണ്ടേ, ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ് എന്നാൽ 2 കുപ്പി വൈൻ മേടിച്ചോണ്ടെന്ന് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സുണ്ടോ? അതുമില്ല. കൈത്താങ്ങലില്ല. ഇന്ന് സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് നിനക്ക് കൈത്താങ്ങ് തരുവാൻ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ ആരുമില്ലാത്ത ചിലത് ഇതിൻ്റെ അകത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സഹോദരി, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരുവൻ ആ കല്യാണ വീട്ടിൽ വന്നതുപോലെ നിന്റെ ഫാമിലിക്കകത്തേക്ക് വന്നിട്ടുണ്ട്. His name is Jesus. അവനത്രേ കർത്താവായ യേശു. Hallelujah. Praise God. ആ വൈൻ തീർന്നു, പ്രയാസമായി, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. നാട്ടുകാർ കളിയാക്കും, വീട്ടുകാർ നിന്ദിക്കും, കണക്കെടുക്കണ്ടേ എന്ന് വളരെ ചോദിക്കും. കടബാധ്യത ഒരു ഭാഗത്ത് കയറി വരുന്നു. ഇതെങ്ങനെ വീട്ടുമെന്നറിയില്ല. ഇത് കേൾക്കുന്ന നിന്നോട് തന്നെ ദൈവം പറയുന്നത്. സഹോദരി, നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ വീട്ടിന്റെ ഒരു ഭാഗത്ത് കയറി വരുന്ന പ്രയാസങ്ങൾ നോക്കി അലഞ്ഞ് ഭാരപ്പെട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, പച്ചവെള്ളത്തെ വൈനാക്കിയ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒരു സാധ്യതയുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞ എഴുത്ത് ഇനി വൈൻ വെളിപ്പെടുവാൻ ഒരു അവസരവുമില്ല. മാസങ്ങൾ വേണം, ആഴ്ചകൾ വേണം എന്ന് ബുദ്ധി പറയുന്നിടത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ട് പച്ചവെള്ളത്തെ വൈനാക്കി മാറ്റിയവൻ ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ, എന്റെ ദൈവം അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം എന്റെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരും, തീർത്തു തരും, തീർത്തു തരും. നിനക്ക് ഗോൾഡിന്റെ ബുദ്ധിമുട്ടാണോ? തീർത്തു തരും. രാമൻ പറഞ്ഞേ, സ്വർണത്തിന്റെ പണയം വെച്ച് അതിന്റെ മേൽ പലിശ കയറി സ്വർണം ഇരിക്കുന്ന അവസ്ഥയാണോ? ദൈവം തീർത്തു തരും, ദൈവം തീർത്തു തരും.
എന്റെ ദൈവത്തിന് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ആധാരം പണയം വെച്ച് ആധാരത്തിന്റെ മേൽ പലേശ കയറി കയറി ഇനി വീട് സ്ഥലവും ജപ്തി ചെയ്യും എന്നുള്ള ചിന്തയ്ക്കകത്താണ് നിന്റെ കുടുംബത്തിന്റെ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ നിറവിന്റെ നായകനായ യേശു വന്നിട്ടുണ്ട്. അവൻ നിന്റെ കുറവുകളെ നിറവാക്കി മാറ്റും. എല്ലാവരും പറഞ്ഞ ആമേൻ എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞതുപോലെ പറഞ്ഞു, ആ വചനം എന്നിൽ ഭവിക്കട്ടെ. സ്തോത്രം. അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. സ്തോത്രം. അങ്ങനെ പറഞ്ഞവൻ സൂപ്പർ നാച്ചുറൽ പ്രഗ്നൻസിയായി. പുരുഷനെ കൂടാതെ ഗർഭം ധരിച്ച ഒറ്റ ഫെയ്ത്താണ് മറിയാമ്മയുടെ. ഒരൊറ്റ ഫെയ്ത്ത് സൂപ്പർ നാച്ചുറൽ ഡെലിവറിയിലോട്ട് ഇമ്മാനുവേലിനെ വഹിക്കാൻ തക്ക കപ്പാസിറ്റിയിലേക്ക് ആ സ്ത്രീയെ ദൈവം എടുത്തുയർത്തിയത് ഒരൊറ്റ ഫെയ്ത്താണ്. നീ പറഞ്ഞത് എന്നിൽ ഭവിക്കട്ടെ. ഇന്ന് പകലിൽ ഇത് കേൾക്കുമ്പോൾ പറഞ്ഞോണം, വർഷങ്ങൾ കൊണ്ട് കടം തീർക്കാം എന്നുള്ളത് എന്റെ ബുദ്ധിയാണ്, എന്റെ ആധാരം പുറത്തെടുക്കാം എന്നുള്ള ബുദ്ധിയാണ്. എന്നാൽ ദൈവത്തിന് നിനക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങളെ ചെയ്യിപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും. ഇസ്രായേൽ ജനം 40 വർഷം കൊയ്തില്ല, വിതച്ചില്ല. എത്ര വർഷം? 40 വർഷം. വിതച്ചുമില്ല, കൊയ്തുമില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ബോട്ട് പോലും വെള്ളത്തിൽ ഇറങ്ങിയില്ല, ഒരു വള്ളം പോലും കടലിൽ തള്ളിയില്ല, വല പോലും ഇട്ടില്ല. 40 കൊല്ലം തിന്നു കുടിച്ചു. കാട, നല്ല ഇറച്ചി. ബൈബിൾ പറയുന്ന ദൂതന്മാരെ കഴിക്കുന്ന ഭോജനം. ഇത് എവിടെ നിന്ന് വന്നു? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറ്റത്ത് കിടക്കും. ഒരാമയും പറഞ്ഞോളൂ. ഞാനതിനെ മുറ്റം എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായത് കൊച്ചി വാക്കാണത്, മുറ്റം. ഇവിടെ എന്താണെന്ന് അറിയില്ല. വീടിന്റെ മുൻവശത്ത് എന്നാ ചെയ്യും? മഞ്ഞ പൊഴിഞ്ഞ് അവർ താമസിക്കുന്ന കൂടാരത്തിന്റെ ഫ്രണ്ടിൽ മഞ്ഞ പൊഴിഞ്ഞ് വന്ന് കിടക്കും. പെറുക്കി എടുത്ത് കഴിക്കും. ഇതെങ്ങനെ പോറ്റിയ ദൈവമാണ്. എന്നാൽ ഇന്ന് പകലിൽ കേട്ടോണം, നിന്റെ അക്കൗണ്ടിന്റെ അകത്ത് ദൈവം നിറച്ചിട്ട് തരും, നിറച്ചിട്ട് തരും. നിന്റെ മുറ്റമില്ലേ? നിന്റെ ആ കടം കയറിയിരിക്കുന്ന ബാങ്കില്ലേ? ആ കടം വന്നിരിക്കുന്ന പലിശ കടമില്ലേ? നീ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആ ബാധ്യതയില്ലേ? അതിനെ മാറ്റിത്തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ കടബാധ്യതയുള്ളവർ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് കർത്താവിനോട് ആവശ്യപ്പെട്ടേ പറ്റാ, ഈ എന്തെങ്കിലും ഗോൾഡോ ആധാരമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പലിശ കടങ്ങളോ ഉള്ളവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കർത്താവോട് ആവശ്യപ്പെട്ടെ, കർത്താവെ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ വാങ്ങിച്ചു, ഞങ്ങളുടെ ആവശ്യത്തിന് ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു. യേശുപ്പാ, ഞങ്ങളുടെ ഈ ബാധ്യതയിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കണം. ഒരു വഴി ജനം കണ്ടിട്ടില്ലാത്ത, മോശയ്ക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത കടലിന്റെ അടിത്തട്ടിൽ ആഴമായ വഴിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, കടലിനെ മാറ്റി അതിലൂടെ നടത്തിയ ദൈവമേ, കടവും ഭാരവും പ്രയാസവും കൊണ്ട് കടൽ തിരമാല പോലെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് മടുത്തിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി കടലിന്റെ അടിത്തട്ടിലും വഴി തുറക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിലർക്ക് ദൈവം വഴികളെ തുറക്കുന്നുണ്ട്. കൊല്ലുന്ന വഴിയല്ല, നിന്നെ ഉയർത്തുന്ന വഴി. നിന്നെ താഴ്ത്തുന്ന വഴിയല്ല, നിന്നെ മാനിക്കുന്ന വഴി. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ്, കുറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 വർഷം മുമ്പ് മംഗലാപുരത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു പോയി. മംഗലാപുരത്ത് മീറ്റിങ്ങിന് ക്ഷണിക്കപ്പെട്ടു പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരു ബ്രദർ എന്നെ കാറിൽ കയറ്റി എന്നെ അങ്ങ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. ഒരു 65-70 സെന്റിനകത്തുള്ള സ്ഥലമുണ്ടാവും. എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ അകത്തോട്ട് കുറെ ദൂരത്താണ് ഗേറ്റ് തുറന്നു. കാറങ്ങത്തോട്ട് കയറിയപ്പോൾ ഈ ബേക്കറി ഫുഡുകളുടെ മണം. അപ്പം ഞാൻ കാറിൽ നിന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു, സഹോദര, ബേക്കറി ഫുഡുകളുടെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തിരിച്ചോണ്ട് പറഞ്ഞു, പാസ്റ്റേ, എനിക്ക് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ബേക്കറി ഐറ്റങ്ങൾ സപ്ലൈ ചെയ്യാൻ ഉള്ള ജോലിയാണ്. ഞാൻ അതാ ബിസിനസ്സാണ് ഞാൻ അതാ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൻ്റെ ചുറ്റും കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്ന ഈ ടെന്റ് കണ്ടോ, ഇവിടെ ഇട്ടാണ് ബേക്കറി ഐറ്റംസുകൾ എല്ലാം ഉണ്ടാക്കുന്നത്. സന്തോഷത്തോടെ അദ്ദേഹം എന്നോട്, ഞാൻ ഫ്രഷായി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു സാക്ഷ്യം പറയാം. എന്താ സാക്ഷ്യം എന്ന് അറിയൂ? അദ്ദേഹത്തിൻ്റെ ഏകദേശം 12-13 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പപ്പ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പപ്പയുടെ അനിയൻ ഒരു ചായക്കട നടത്തുന്ന ആളായിരുന്നു. ഇവർ 3-4 മക്കളാണ്, അമ്മയും 3-4 മക്കളും. പപ്പ മരിച്ചുപോയി.
ഒരു നേരത്തെ ആഹാരമില്ലാതെയായി, ബഹളമായി, കരച്ചിലായി, സങ്കടമായി. അപ്പൊ രണ്ടാമത്തെ ആളെങ്ങാനോ ഈ സഹോദരൻ പപ്പയുടെ അനിയൻ നടത്തുന്ന ആ ബേക്കറി ചായക്കടയുടെ വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കും. വിശക്കുമ്പോൾ കൊടുക്കത്തില്ല. രാവിലെ പോയി നിൽക്കും, കൊടുക്കത്തില്ല. ഉച്ചക്ക് പോയി നിൽക്കും, കൊടുക്കത്തില്ല. ഒറ്റ കാര്യം കൊടുക്കത്തില്ല. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ചെന്ന് നിൽക്കും. പല ദിവസമായി ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം പട്ടിണി കിടന്ന് പ്രയാസമായി, ആരുമില്ല കൊടുക്കാൻ. സാധിക്കട്ടിട്ട് ഈ മനുഷ്യൻ, ഈ പയ്യൻ 10, 12, 13 വയസ്സുള്ളെന്ന് പറഞ്ഞ ആ സമയത്ത് അദ്ദേഹം ഓടിച്ചെന്ന് ആ കടയുടെ അകത്ത് വെച്ചിരിക്കുന്ന പലഹാരം കൈ കിട്ടാവുന്നത് വാരി എടുത്തുകൊണ്ട് ഓടി. കൊച്ചപ്പം വിട്ടില്ല, പുറകെ ഓടിച്ചിട്ട് പിടിച്ച് അത് തിരിച്ച് മേടിച്ച് അദ്ദേഹത്തെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നു. വർഷങ്ങൾ കടന്നുപോയി. അതിനിടയ്ക്ക് അദ്ദേഹം സുവിശേഷം കേട്ടു. ഒരാമേൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത് കർണാടക ഡിസ്ട്രിക്റ്റിൽ ആയിരക്കണക്കിന് കടകൾക്ക് അവൻ എവിടെ നിർണയിക്കപ്പെട്ടോ ആ മെറ്റീരിയൽ കൊണ്ട് തന്നെ സത്യോടാമേൻ പറഞ്ഞു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇന്നു വരെ കഴിച്ചിട്ടില്ലാത്ത, എൻ്റെ മക്കള് അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത അടുക്കളയിക്കപ്പെട്ട പലഹാരങ്ങൾ കുത്തി തിരുമ്മി വടക്ക് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് കൊണ്ടുപോയി വീട്ടിൽ മക്കൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരം പക്ഷേ ഒരു ഉണ്ടംപരിക്കോ പഴംപരിക്കോ വേണ്ടി കൊച്ചാപ്പന്റെ തല്ല് വാങ്ങിയവൻ ക്രിസ്തുവിൽ വന്നപ്പോ രാജ്യങ്ങൾക്ക് കൊടുക്കത്തക്കവണ്ണം അവനെ ആ തോറ്റയെടുത്ത് ദൈവം മാനിച്ചെങ്കിൽ, പ്രിയ സഹോദരി, നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള കുറവുകളെ പരിഹരിപ്പാൻ ശക്തനായ ഒരത്ഭുത മന്ത്രിയാണ് കർത്താവായ യേശു. സ്വതന്ത്രം. ആ ചർച്ചിന്റെ അകത്ത് ഏത് പാസ്റ്റേഴ്സ് വന്നാലും ഒരു പൊതി ഫ്രീയാണ്. ബേസ്ബോർഡിന്റെ അകത്ത് കെട്ടി പാക്ക് ചെയ്ത് സഹോദരൻ കാറിൽ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന സാക്ഷിയില്ല, ഒരു ഉണ്ടംപൊരിക്ക് വേണ്ടി കൊച്ചപ്പന്റെ തല്ല് മേടിച്ചവനാ ഞാൻ. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ മാറിയതുണ്ടോ? പച്ചവെള്ളം വൈനായില്ലേ? അന്നായി ഇന്നു ആവും, ഇന്നായ നാളെ ആവും, നാളെയായ മറ്റന്നാളോ. യേശു ക്രിസ്തു ഒരു ദിവസത്തെ ദൈവമല്ല, അവൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, അവൻ ഇന്നിന്റെ ദൈവം കൂടിയാണ്. അവൻ ഇന്നിന്റെ ദൈവം മാത്രമല്ല, നാളുകളുടെ ദൈവമാണ്. അവൻ ആദ്യൻ, അവൻ അന്ത്യൻ, അവൻ ആൽഫ, അവൻ ഒമേഗ, അവൻ സർവശക്തൻ. അവന് അസാധ്യമായി ഒന്നുമില്ല, അവന് സകലതും സാധിക്കും. ആയില്ലേ? സ്വതന്ത്രം. പച്ചവെള്ളം വൈനായില്ലേ? ആയി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടോ? എന്ത് നല്ല ഡ്രസ്സിംഗ് ആണ് നോക്കിയാൽ, നല്ല ഇഷ്ടം. കൊള്ളാമോ? കൊള്ളതില്ലേ? നീയെങ്കിലും ഒന്ന് പറ, കൊള്ളാം. അവർക്ക് ഇഷ്ടപ്പെട്ട അത് മതി. സഹോദരൻ, അവർക്ക് ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടു ഇല്ലേ? കൊള്ളാലോ എന്റെ പൊന്നല്ലേ. 24 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കള്ളിമുണ്ട്, ഇവിടെ എന്താ പറയുന്നേ? കള്ളിമുണ്ട്, നോർമൽ മുണ്ട്, ലുങ്കി, ദേശി എന്താ പറയുന്നത്? സാധനം മനസ്സിലായല്ലോ. അത് വിട്ട് ഒരു കീറാൻ പോകുന്നത് പോലത്തെ ബിരിയാണി വിട്ട് പള്ളൂരുത്തി നടക്കെ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ SI ആയിരിക്കുന്ന സുരേഷിനാൽ പിടിക്കപ്പെട്ടവനാണ് ഇന്ന് ഇത്ര ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. ബെൽറ്റുണ്ട്, പാൻറ്റുണ്ട്, ഷൂ ഉണ്ട്. പച്ചവെള്ളം അന്ന് വൈനാക്കിയെങ്കിൽ ഇന്നും അവൻ വൈനാക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചർച്ചിൽ കൊണ്ട് സഹോദരൻ പറഞ്ഞു, പാസ്റ്റിന് ലോക്കൽ ഷർട്ടൊന്നും ഇടണ്ട, ഞാൻ മേടിച്ചത് 30,000 രൂപയുടെ പാൻറ് ഷർട്ട് മേടിച്ചിട്ടൊന്നു. പാൻറ് ഷർട്ടും കൂടി 30,000 രൂപ. ഇഷ്ടം പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരികയാണ്. പച്ചവെള്ളം വൈനാകുന്ന മരമാണ്. പച്ചവെള്ളം. പാസ്റ്റർ ജോസഫ് കുറെ നാളെ കാർപ്പൻറ്റർ പണി ചെയ്തതാണ്. കാർപ്പൻറ്റർ പണി ചെയ്തിട്ട് ഒരു പാൻറ് പോലും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. ആരുമില്ല എൻ്റെ കൂടെ. കാർപ്പൻറ്റർ വർക്ക് ചെയ്ത് ഉളിയും കൊട്ടോടിയും കൊണ്ട് നടന്നൊരു പാൻറ് മേടിക്കാം. പാൻറ് പോയിട്ട് അവർക്ക് ചെവിയിൽ ഒരു ആപ്പിൾ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവക്കൊരു ആപ്പിൾ പോലും മര്യാദ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടോ, നല്ല ചക്കക്കുരു പോലെ ഇരിക്കുക, കാടിച്ച് കൊഴുത്ത്. എന്നാന്ന് ചോദിച്ചു, ഒറ്റ കാര്യമാണ്, പച്ചവെള്ളം വൈനാക്കിയവൻ. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും
ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആധാരത്തിന്റെ മേൽ ശത്രു കെട്ടിയ ചില കെട്ടുകളില്ലേ, നിന്റെ ഗോൾഡിന്റെ മേൽ പിശാച് വാദിച്ച് അത് ബന്ധിച്ചിരിക്കുന്ന ചില കടബാധ്യതകളില്ലേ, ആ ബാധ്യതകൾക്കകത്ത് നിന്ന് നിന്നെ പുറത്തെടുപ്പാൻ അത്ഭുത മന്ത്രിയായ യേശു വലിയവൻ. നിന്റെ തലമുറയുടെ നന്മയെ തടുക്കുന്ന, നിന്റെ ഭർത്താവിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ഇല്ലാതെയാക്കുന്ന, നിന്റെ മക്കൾ അധ്വാനിക്കുന്നത് വലിച്ചൂറ്റി കുടിക്കുന്ന ഒരു രക്തരസസ് പോലെ ദുശീലങ്ങളും ദുരാത്മ വ്യാപാരങ്ങളും അതിനെ തിരിച്ചു പിടിക്കുന്ന അമ്മമാരിവിടെ നിന്ന് എഴുതട്ടെ. ഉഴുതിന്നതും നുള്ളൻ ശേഷിപ്പിച്ചതും വെട്ടക്കിളി വലിച്ചു കൊണ്ടുപോയതുമായ ആ സംവത്സരങ്ങളെ തിരിച്ചു പിടിച്ച് ആഘോഷിക്കുന്ന എന്തൊക്കെ സംഭവിച്ചാലും കൊള്ളാം, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ദൈവം നിങ്ങളെ ഉയർത്തും. കടബാധ്യതകളിൽ നിന്ന് ദൈവം പിടിപ്പിക്കും. പഴയ നിയമത്തിൽ ഒരു ഭാഗം കൂടി പറയാൻ കേട്ട, കടത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ നിർബന്ധിതനാകും. പരിശുദ്ധാത്മാവിലെ ഞാൻ നിർബന്ധിതനാകാം. നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് സമ്പത്തിനോട് ഭയങ്കരമൊന്നുമല്ല, നല്ല ഇഷ്ടം. ഭയങ്കരമല്ല, പക്ഷെ സമ്പത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലാതെ വെറുതെ സമ്പത്തൊന്നും വേണ്ട എന്ന് പറയാനെ കൊണ്ട് പറ്റില്ല. എനിക്കൊരു കൺവെൻഷൻ ബാങ്ക് കുറഞ്ഞത് 3.5 ലക്ഷം രൂപ വേണം. സമ്പത്ത് വേണ്ടേ? വേണ്ടേ? ഏതെങ്കിലും ദൈവദാസന്മാരൊന്ന് മാനിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ സമ്പത്ത് വേണ്ടേ? വേണം. സമ്പത്ത് എനിക്ക് വേണം. എന്റെ കർത്താവിന്റെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് പഠിപ്പിക്കുന്ന ബൈബിളാണ് ഞാൻ വായിക്കുന്നത്. ഗുപ്തം നീതികൾ അവന്റെ കയ്യിലുണ്ടെന്ന്, അവന്റെ കയ്യിലുണ്ട്. അവന്റെ ആലയത്തിൽ വെള്ളിയുണ്ടെന്ന്, അവന്റെ ആലയത്തിൽ പൊന്നുണ്ടെന്ന്, അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയെന്ന് വിളിച്ചു പഠിപ്പിക്കുന്ന ഒരു വേദപുസ്തകമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നീ വായ്പ വാങ്ങത്തില്ല, നീ കൊടുക്കാൻ ദൈവം നിനക്ക് സാധ്യത തരും. നിന്റെ ദൈവം ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. നിന്റെ ഫാമിലിക്കകത്തെ കുറവില്ലേ, ആ കുറവുകളെ നികത്തുവാൻ ദൈവത്തിനൊരു പച്ചവെള്ളം മതി. യേശുവിനൊരു പച്ചവെള്ളം മതി. ഒരു കൽപ്പരണി വെള്ളം നിറഞ്ഞപ്പോൾ അതിനെ വൈനാക്കി മാറ്റി ആ കുടുംബത്തിന്റെ പ്രോബ്ലത്തെ പരിഹരിച്ച പരിഹാര വീരനായ യേശു നിന്റെയും എന്റെയും ആവശ്യങ്ങളെ പരിഹരിപ്പാൻ ശക്തൻ. ആമേൻ. പഴയ നിയമത്തിൽ ഭാഗമുണ്ട്. ഒരു പ്രവാചക ശിഷ്യൻ, ആ ഭാഗം നോക്കി, പ്രവാചക ശിഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് കുറെ കടമുണ്ടായിരുന്നു. കടമുണ്ടായ സമയത്ത് ആ നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനുണ്ടായിരുന്നു, ദൈവപുരുഷൻ. അദ്ദേഹത്തിന്റെ പേരാണ് എലീശ. അദ്ദേഹം ആ വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നല്ലൊരു വാക്കാണ്. കിട്ടിയോ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഞാൻ പറയുന്ന ഏത് വചനവും 2 മിനിറ്റിനകം അവൾ കണ്ടുപിടിക്കും. സഹോദരിമാരെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളും അങ്ങനെയാണോ പറ. ചിലർ ഇപ്പോൾ ബൈബിളോ, വാട്ട് ഈസ് ദീസ്, എന്ത് സാധനം അത് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ബൈബിളോ, അത് എന്നാ സാധനം അത്, എങ്ങനെ ഇരിക്കും ബൈബിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കും. കുറെ കാലം മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ അമ്മ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ബൈബിൾ വെക്കുമായിരുന്നു. ബൈബിൾ ഡേ വരുമ്പോൾ മുല്ലപ്പൂ വെക്കും, അടിയിൽ എഴുതി കത്തിച്ചു വെക്കും. അത് ബൈബിളിന്റെ ആ ഡേ അല്ല ബൈബിൾ. ബൈബിൾ വായിക്കാനുള്ള സാധനമാണ്. അടുത്തത് അമ്മ പിന്നെ ഒരു കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഞാൻ കുരുത്തക്കെട്ട വഴിക്ക് നടക്കുന്നു, ബാങ്കായിട്ട് മഞ്ഞപ്പൊടി പാത്രത്തിൽ 50ന്റെ നോട്ടിട്ട ഞാൻ പൊക്കുമെന്ന് നമുക്കറിയാം. മുളക് പൊടി പാത്രത്തിന്റെ 100ന്റെ നോട്ടിട്ടാൽ അമ്മ അറിയാതെ ഞാൻ കൊണ്ടുപോകും. അമ്മയുടെ അലമാരിക്കകത്ത് അന്നത്തെ 10ന്റെ നോട്ടിട്ടാലും ഞാൻ കട്ടുകൊണ്ട് പോകും നമുക്കറിയാം. അതുകൊണ്ട് അമ്മ ലാസ്റ്റ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചു, ബൈബിൾ. 50ന്റെ നോട്ട് 100ന്റെ നോട്ടൊക്കെ മടക്കി ബൈബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ചേർക്കാൻ കൈ കൊണ്ടത് തൊടത്തില്ല. 50ന്റെ നോട്ടും പോകത്തില്ല, 500ന്റെ നോട്ടും പോകത്തില്ല. എന്നാൽ അമ്മയുടെ ധാരണ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തെറ്റി. പൈസ അടിച്ച് മാറ്റാനല്ല, വായിക്കാൻ വേണ്ടി ഒരു ആമേൻ പറഞ്ഞു. അപ്പൊ അതല്ല ബൈബിൾ. ബൈബിൾ പൂവിട്ട് സൂക്ഷിക്കുന്ന സാധനമല്ല. ബൈബിൾ ചുമന്ന മാത്രം പോരാ, ബൈബിൾ വായിക്കണം. അത് പെട്ടെന്ന് വായിച്ചു. അവർക്ക് പ്രയാസമാണ്. ഇവര് ബൈബിൾ വായിക്കൂലെന്നെങ്ങാനും ഞാൻ പറഞ്ഞെന്നുള്ള ഭാവത്തിലാണ് ഇവരെന്നെ നോക്കുന്നത്. നിങ്ങൾ വായിക്കൂലെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി.
ഭക്തനായിരുന്നത് കൊണ്ട് നിനക്ക് അറിയാമല്ലോ. എന്നിട്ട് കടക്കാരന്റെ 2 മക്കളെയും പിടിച്ച്, അപ്പൊ കടക്കാരൻ നമ്മളെ എന്നാ ചെയ്യുമെന്നാ ബൈബിള് പറയുന്നത്? അടിമകളാക്കും. എന്നിട്ട് എന്നാ ചെയ്യും? ഏലീശ അവളോട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. അതിന് ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല എന്ന് അവള് പറഞ്ഞു. അപ്പോഴോ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വാങ്ങി, പാത്രങ്ങൾ കുറവായിരിക്കരുത്, നീയും നിന്റെ മക്കളും പാത്രങ്ങളിലൊക്കെയും പകർന്ന് എന്നിട്ട് ലാസ്റ്റ് എന്നാ സംഭവിച്ചു? തന്റെ കുടുംബത്തോടു കൂടി അകത്ത് കിടന്ന് വാതിലടച്ചു. പാത്രങ്ങളിലെല്ലാം എണ്ണ ശേഖരിച്ചു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം എപ്പോഴാ എണ്ണ നിന്നത്? പാത്രം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. കടം കയറി മുടിഞ്ഞ് മരിക്കാനിരുന്ന ഒരു ഫാമിലി പ്രവാചക ശുശ്രൂഷകന്റെ അടുത്ത് വന്നു. സ്വത്രം. അവൻ പറഞ്ഞു, നീ മരിക്കണ്ട, നിന്റെ കടം മാറും, വീട്ടിൽ ചെല്ല്, നിന്റെ കയ്യിൽ എണ്ണ ഉണ്ട്, എണ്ണയുണ്ട്, എണ്ണ നീ പകര്. എന്നാത്തിനാ? നിനക്ക് കടം മാറ്റാൻ. പാത്രമില്ല എന്നവള് പറഞ്ഞപ്പോ എണ്ണയും നിന്നു. സ്വത്രം. കടം മാറിക്കഴിഞ്ഞിട്ട് ആരും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കരുത്. ആരാമേ പറഞ്ഞില്ല? കടം മാറിക്കഴിഞ്ഞിട്ട് ആരും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കരുത്. സ്വത്ര. രോഗം മാറിക്കഴിഞ്ഞിട്ട് ആരും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കരുത്. കാര്യം സാധിപ്പിക്കാൻ മാത്രം ആരും വരരുത്. പാത്രമില്ല എന്ന് നീ പറഞ്ഞാൽ എണ്ണയുടെ ഒഴുക്ക് നിൽക്കും. പാത്രം എക്കാലവും ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ ഒഴുക്ക് നിൽക്കാതെ നിന്റെ മേൽ പടർന്നുകൊണ്ടേയിരിക്കും. ചിലരുടെ കടം മാറ്റുവാൻ എണ്ണ മതി, എണ്ണ മതി, എണ്ണ മതി. നിന്റെ മേൽ ആ എണ്ണ ഒന്ന് വീണാ മതി. ആ എണ്ണയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പകർച്ച പാത്രമാകുന്ന നിന്റെ മേലുണ്ടായാൽ നിന്റെ കടത്തിന്റെ അവസ്ഥകൾക്കകത്ത് നിന്ന് ദൈവം നിന്നെ വിടിവിപ്പാൻ വിശ്വസ്തനാണ്. നിന്റെ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന മെറ്റീരിയലാണ്, ആ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ എണ്ണ. ഇന്ന് പകലിൽ ആത്മാവിന്റെ എണ്ണ നമ്മുടെ മേൽ വീഴട്ടെ. കണ്ടു? രണ്ടാമത്തെ ഫാമിലിയിൽ നമ്മൾ നിൽക്കുകയാണ്. ആ ഫാമിലിയിൽ ഒരു കുറവുണ്ടായി. അതിന്റെ ഫാമിലിയിൽ ഒരു കുറവുണ്ടായി. അവിടെ വൈൻ തീർന്നു പോയി. അപ്രയാസം വന്നു. അപ്രതികൂലത്തിന്റെ അകത്തായി. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. നാട്ടുകാരില്ല, വീട്ടുകാരില്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷന്റെ അകത്ത് യേശു വന്നിട്ട് പറയാണ്, ഞാൻ പച്ചവെള്ളത്തെ വൈനാക്കും. ആര് വിശ്വസിക്കും? അത് ആര് വിശ്വസിക്കും? വിശ്വസിച്ചോ? ആ കുടുംബത്തിന്റെ അവസ്ഥയില്ലേ? പ്രയാസപ്പെടുന്ന അവസ്ഥയില്ലേ? ഒറ്റപ്പെടുന്ന അവസ്ഥയില്ലേ? ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയില്ലല്ലോ. ദൈവത്തിന് ആ പച്ചവെള്ളത്തെ വൈനാക്കിയതുപോലെ, ആ വിധവയുടെ വീട്ടിന്റെ അകത്ത് എണ്ണ നിറച്ചതുപോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്തും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മേലും എണ്ണയെ പകർന്ന് ആ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ നിന്നയെ മാറ്റുക. ദൈവം ശക്തനായ ദൈവമാണ്. അതിന്റെ കാഴ്ച കാണിക്കുന്ന ചില നിന്ദകൾ ദൈവം കുടുംബത്തിന്റെ അകത്തു നിന്ന് മാറ്റിക്കളയും. തലമുറയായി കൈമാറി വരുന്ന ചില നിന്ദയുടെ പൈശാചിക വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് ഈ തലമുറയ്ക്കകത്ത് എഴുന്നേറ്റ് വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. 3 തലമുറകൾ കൈമാറിയ ചില ഡിപ്രഷൻ പോലത്തെ, ചില മാനസിക ബുദ്ധിമുട്ടുകൾ പോലത്തെ ചില അവസ്ഥകൾക്കകത്ത് കെട്ടിയിടുന്ന കുടുംബത്തെ സ്വർഗത്തിന്റെ സമാധാനം കൊണ്ട് നിറപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ തലമുറകളായി വരുന്ന ആ ശാപ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിലായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന കുറവിനെ സ്വർഗം നിറവാക്കി മാറ്റി. ആ കുടുംബത്തിൽ ഉണ്ടായ പോരായ്മയെ യേശു അത്ഭുതത്തിന്റെ പുൽപ്പിറ്റാക്കി മാറ്റി. എല്ലാവരും പറഞ്ഞു, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ കുറവ് എന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ പുൽപ്പിറ്റാണ്. പുൽപ്പിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേറൊരു ഭാഷയായി വേറെന്ത് ഭാഷ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും? എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ കുറവ് എന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്. യേശു പറഞ്ഞു, I am the door. ഞാൻ വാതിലാണ്. ആ കുടുംബത്തിന്റെ അകത്ത് വന്ന ശൂന്യത യേശുവിന്റെ മിറാക്കിളിന്റെ തന്റെ ആരംഭമായ അത്ഭുതങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുത പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങി. എന്ന് മനസ്സിലായി? എന്റെയും നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളില്ലേ, അത് യേശുവിന്റെ അത്ഭുതങ്ങളുടെ ആരംഭമായി മാറും. അരയോളം പോരാ, മുട്ടോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ നീ കുടിച്ചാലും എത്ര തിന്നാലും മതി വരാത്ത വണ്ണം നിന്റെ മടിത്തട്ടിൽ അമർത്തി കുലുക്കി നല്ലൊരളവ് ഇട്ട് തരുവാൻ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനം, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ആരോഗ്യം, നിന്റെ കുടുംബത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യം പകർന്നു തരുവാൻ ശക്തനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു വലിയവൻ. എൻ്റെ വീട് കൊച്ചിയിലെ എൻ്റെ വീട് ആ ഏരി ഏറ്റവും ശാപം പിടിച്ച വീട്, ഏറ്റവും ശാപം പിടിച്ച വീട്. പക്ഷെ ഒരു കാലത്ത് നല്ല വീടായിരുന്നു, നല്ല വലിയ വീട്, ഓടിട്ട വീട്. അന്നും ഓടിട്ട വീടുകളില്ല, ഓടിട്ട വീട്, തറപ്പൊക്കമുള്ള വീട്, ചുറ്റും സ്ഥലം, തെങ്ങ്, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ശാപം പിടിച്ച വീടായി മാറി. ആ വീട്ടിൻ്റെ അകത്ത് തന്നെ എൻ്റെ അപ്പം കയറി ചത്തു, ആത്മഹത്യ ചെയ്തു. എൻ്റെ മൂത്ത സഹോദരന് മാനസിക രോഗം പിടിച്ചു. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ശാപം പിടിച്ച വീട് എന്ന രീതിയിൽ വീക്ഷിച്ചതാണ്. നിങ്ങൾക്കറിയാലോ, എവിടെയെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്ത വീട്ടിൽ അയാളുടെ മക്കളുടെയും അയാളുടെ വീട്ടിൻ്റെ അവസ്ഥ നാട്ടുകാരെങ്ങനെ കാണുമെന്ന് അങ്ങനെ കണ്ടിരുന്നവനാണ്. പക്ഷെ ആ നാട്ടിൽ നിന്ന് ഇതുപോലെ സുവിശേഷവും കൊണ്ട് രാജ്യങ്ങളിലേക്ക് പോയവരിൽ ഒരാളാക്കി ദൈവം എന്നെ മാറ്റി. ശാപം പിടിച്ച വീട്, ആ വീട്ടിന്റെ അകത്ത് ശാപം പിടിച്ച എന്റെ ശാപത്തെ മാറ്റിമറിച്ചത് ഞാൻ നിന്നിരുന്ന കത്തോലിക്ക പാരമ്പര്യമല്ല. ആരുമില്ല ആമേൻ പറയാൻ. ഞാൻ നിന്നിരുന്ന കത്തോലിക്ക പാരമ്പര്യമല്ല, നാസറായ യേശുവിന്റെ വിശുദ്ധ രക്തമാണ്. യേശുവിന്റെ രക്തം സകല ശാപങ്ങളെയും മാറ്റിക്കളയും. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റിയത് എന്റെ പാരമ്പര്യമല്ല, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിച്ചത് കർത്താവായ യേശുവാണ്. യേശു വന്ന വീടിന്റെ സ്ഥിതി മാറും, യേശു വന്ന വീടിന്റെ അഡ്രസ് മാറും, യേശു വന്ന ആളിന്റെ സ്ഥിതി മാറും. കാര്യം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നു, ആ വീട്ടിന്റെ സ്ഥിതി മാറി. ആമേൻ. 1:30 മണിയായി. എപ്പോഴാണ് 2 മണി, അരമണിക്കൂർ കൂടിയുണ്ട്. അപ്പൊ അടുത്തൊരു ഫാമിലി കൂടി പറയട്ടെ. ആദ്യത്തെ ഫാമിലിയുടെ പ്രത്യേകത എന്തായിരുന്നു? വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ആ കുടുംബ നായകൻ എന്താ പറഞ്ഞേ? അതുകൊണ്ട് കേട്ടില്ലേ? ഇത്ര തൊള്ളയിൽ പ്രസംഗിച്ചിട്ട് നിങ്ങൾ ആരും കേട്ടില്ല. നീയെങ്കിലും ഒന്ന് പറയണേ, ആ തിരുവായി തുറന്നു. ഞാനും എന്റെ എന്ന് വെച്ചാൽ നമ്മ രണ്ടും, എന്റെ പോലെ നമ്മ 2-4 പിള്ളേരും കൂടെ കൂടിയ ഒരു സഭയായി. ഞാനും അവളും 4 പിള്ളേരും കൂടി ഒന്ന് കൂടിക്കഴിഞ്ഞ ഒരു സഭയായി മാറി. ഞങ്ങളുടെ ആരാധനയുടെ ബഹളം കേട്ട് അയൽവാസികൾ പോലീസിനെ വിളിക്കാൻ പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സോദര, ഇത്ര ഒച്ചയില്ലേ സോദര? 4 ഇതിരിക്കണമെന്ന് വിചാരിക്കണ്ട, ഭയങ്കര ശബ്ദമാണോ? അപ്പൊ അവര് പറയുന്നുണ്ടോ, അതറിയാം നിങ്ങളോട് വഴക്കിടുമ്പോഴല്ലേ. അല്ല, ചില സഹോദരിമാർ ഒച്ച വരുന്നപ്പോഴാണെന്നറിയും, ഹസ്ബൻഡിനോട് ഉടക്കുമ്പോൾ. അല്ലല്ലോ അറിയാം, നിങ്ങൾ അങ്ങനെയാണെന്ന് തുടങ്ങുന്ന ഒരു തുടക്കമുണ്ട്. കേരളം കെട്ടവന്, ശാപം പിടിച്ചവന്. അങ്ങനെ ഒന്ന് പറയരുത്. ഭർത്താക്കന്മാരെ നോക്കിയ പറഞ്ഞ കുടുംബം അസമാധാനത്തിന് കൂടെ
വാങ്ങരുത്. ചില തള്ളമാര് മക്കളെ വിളിക്കുന്നതായിട്ടുണ്ട് ശപിക്കപ്പെട്ടവര്. പണ്ടൊരു അമ്മ പറഞ്ഞത് അമ്മയോട്, നീ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചാകുന്നു. എന്തൊരു അനുഗ്രഹത്തിന്റെ വാക്കുകളൊക്കെയാണ് തള്ളമാരൊക്കെ. അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞുങ്ങളെ നോക്കി പറയണം, സ്വതന്ത്രം നീ അമേരിക്കയിൽ പോകും, നീ ഉയർച്ച പ്രാപിക്കും. ഇനി പഠിക്കാത്ത കുഞ്ഞാണ് നോക്കി പറഞ്ഞ നീ IAS എഴുതും. വിശ്വാസത്താൽ പറയണം. സ്വതന്ത്ര ഈ സഹോദരി പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അന്ധവിശ്വാസത്താൽ പറഞ്ഞത് നീ ഗർഭിണിയാണെന്ന്. അങ്ങനെ തന്നെ സംഭവം. വേറെ സഹോദരി കൂടി ഒരു ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വന്നു. എന്തായെന്ന് എനിക്കറിയില്ല. ആ സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അതിന് ഈ തലമുറ ആവുന്നില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ ബൈക്ക് ഓടിച്ചങ്ങ് പോകുമ്പോൾ ഒരു ആക്റ്റീവ വണ്ടിക്കാ വന്നു. ബൈക്ക് ഓടിച്ചങ്ങ് പോകുമ്പോൾ നിന്റെ മുമ്പിൽ കൂടെ ഒരു പാമ്പ് ചാടിപ്പോകും. അതിൻ്റെ അകത്ത് നീ മനസ്സിലാക്കിയാൽ മതി, നിന്നെ ഗർഭഫലത്തെ തിന്നുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പെരുമ്പാമ്പ് നിന്നെ വിട്ടുപോയെന്ന്. രാവിലത്തെ മീറ്റിങ്ങിനാണ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അത് പറഞ്ഞത്. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വെപ്രാളം പിടിച്ച് വണ്ടി ഓടിച്ചു വന്നിട്ട് എന്നോട് പറയാം, പെങ്ങളെ ഞങ്ങൾ പോയപ്പോൾ കറക്റ്റായിട്ടൊരു പാമ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടി പോയി. ഞാൻ മനസ്സിലായി, ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്കും. നിന്റെ ഫലത്തെ തിന്നു കളയുന്ന, നിന്റെ അധ്വാനത്തെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ നീക്കുന്ന ആ പെരുമ്പാമ്പിന്റെ തല കാൽവരിയുടെ ക്രൂശിൽ മഷിക തമ്പുരാൻ തകർത്ത് തരിപ്പണമാക്കി. ഈ പൈശാചിക വ്യാപാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയ ഒരു തലൈവൻ, ഒരു ഹെഡ് സഭയ്ക്കുണ്ട്. അവൻ നായകനാണ്, അവൻ സർവശക്തനാണ്. അവൻ വന്നാൽ വീടിന്റെ സ്ഥിതി മാറും, അവൻ വന്നാൽ നാടിന്റെ സ്ഥിതി മാറും, അവൻ വന്നാൽ വ്യക്തിയുടെ രൂപം മാറും. എത്ര കയ്പുള്ളതായാലും, എത്ര ശൂന്യമായാലും, എത്ര പരിഹാസമായാലും, എത്ര ശാപം പിടിച്ചതായാലും, നസറായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയാൽ ആ വീട്ടിന്റെ സ്ഥിതി മാറ്റുവാൻ അവൻ അത്ഭുത മന്ത്രിയാണ്. അതിന് ഞങ്ങൾ സാക്ഷികൾ, അതിന് ഞാൻ സാക്ഷി. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അതിന് സാക്ഷികളാണെന്ന്. ഞങ്ങൾ വീടിന്റെ സ്ഥിതി ഇല്ലേ, എൻ്റെ ഭാര്യയുടെ വീടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി, പരിതാപകരമായിരുന്നു. അപ്പം തികഞ്ഞ മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനി. ഇവര് 4 മക്കളും. അപ്പം മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 4 മക്കളും 4 വഴിക്ക് ബഹളം, വഴക്ക്, ഭയങ്കര വിഷയമായി. ഇപ്പൊ ഒന്ന് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നമുക്ക് പറയാമോ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ കാര്യം? യേശു വന്നത് കൊണ്ട്, യേശു വന്നാൽ സ്ഥിതി മാറും. എന്താ? ഞങ്ങൾ അതിന് സാക്ഷികളാണ്. മദ്യപാനിയായ അപ്പന്റെ മോൾക്ക് ഒരു നല്ല ജീവിതം കിട്ടിയത്, നല്ല ഭർത്താവിനെ കിട്ടിയത് കൊണ്ടല്ല, ഒരാമ പറഞ്ഞ് ആ ഭർത്താവിനെ കിട്ടിയത് കൊണ്ടല്ല, നല്ല കർത്താവിനെ കിട്ടിയത് കൊണ്ട്, നല്ല കർത്താവിനെ കിട്ടിയത് കൊണ്ട് നിന്റെ ജീവിതം മാറ്റുവാൻ ഈ നല്ല കർത്താവിന് പറ്റും. മദ്യപാനിയായ ഭർത്താവിന്റെ മദ്യപാനം മാറ്റാൻ ഈ നല്ല കർത്താവിന് പറ്റും. അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്. ഏത് പച്ചവെള്ളത്തെയും വീഞ്ഞാക്കുവാൻ ശക്തിയുള്ളവനാണ് അവൻ. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു ഫാമിലിയെ വായിക്കാം. അതിന്റെ അകത്തൊന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം ഒരു കുടുംബത്തെ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രണ്ടാമത്തെ ഒരു കുടുംബം, കുറവുള്ള കുടുംബം, പ്രയാസമുള്ള കുടുംബം, കടമുള്ള കുടുംബം, നാട്ടുകാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ട കുടുംബം, ഒറ്റപ്പെട്ട കുടുംബം, വേദനപ്പെട്ട കുടുംബം. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കടം ഒരു ഭാഗത്ത് കൂടുന്നു, നാണക്കേട് ഒരു ഭാഗത്ത് കൂടുന്നു, പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. ഇങ്ങനെ അവസ്ഥകളിൽ നിന്നൊരു കുടുംബം. എന്നാൽ ആ കുടുംബത്തിന്റെ അകത്ത് മഹത്വത്തിന്റെ നായകൻ പ്രവേശിച്ചു. പുരാതന കഥകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവനങ്ങ് പ്രവേശിച്ചു. കുടുംബത്തിന്റെ സ്ഥിതി മാറി, അവർക്ക് അങ്ങ് ഉയർച്ചയുണ്ടായി. അവരുടെ എല്ലാ നാണക്കേട് പ്രയാസങ്ങളും യേശു കർത്താവ് മാറ്റി അവരെ ഉയർത്തി മാനിച്ചു. ലാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടി. ഇത്രയും നല്ലത് ഇവിടെ വെച്ചത് ഒരാമൻ പറഞ്ഞു, ഇത്രയും നല്ലത്. ആരെയും ചോദിക്കുന്നത്? കുറച്ച് നമ്മൾ പറഞ്ഞ ആൾക്കാരാണ്. കണക്കെടുക്കേണ്ട, ലിസ്റ്റ് എടുക്കേണ്ട, വൈൻ എന്തേ ഇല്ലല്ലോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത്രയും കടം മേടിക്കണം, കടങ്ങൾ പലിശയല്ലേ, ഇതെല്ലാം പറഞ്ഞവര് പറയാണ്, എനിക്ക് ഈ സമ്പത്ത് എങ്ങനെ വന്നു? നിന്റെ കയ്യിലെ ഈ അനുഗ്രഹം എങ്ങനെ കിട്ടി? നീ വെറും ഒരു കാർപ്പണ്ടല്ലേ, നീ വെറും ഒരു തയ്യക്കാരത്തിയല്ലേ,
നീ ഒരു കടലിൽ പോകുന്ന ആളുടെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ നീ ഒരു കടലിൽ പോകുന്ന ഒരു മുക്കുവൻ അല്ലേ? നിനക്കൊരു നല്ല സൗകര്യങ്ങളില്ലായിരുന്നല്ലോ, നിന്റെ അവസ്ഥകൾ വളരെ മോശമായിരുന്നില്ലേ? നിനക്ക് ഇതെന്ത് സംഭവിച്ചു? നിനക്കൊരു മൊത്തം ഒരു മാറ്റം ഇല്ലേ? ഒരു കയ്യിൽ പേശിയും എടുത്ത് കീറാൻ പോകുന്നൊരു ബെന്യാനും വിട്ട് പള്ളൂരിക്ക് നടക്കിയപ്പോൾ പിടിക്കപ്പെട്ടവനെ മധുരമുള്ളതാക്കി മാറ്റിയ നസറായൻ യേശു എന്ന രാജാവ് അന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്നും പ്രവർത്തിപ്പാൻ ശക്തൻ. അല്പസമയ കരങ്ങൾ അടിച്ച് ആ യേശുവിനൊന്ന് ആരാധിച്ച് എല്ലാവരും ചേർന്ന് ആരാധിച്ച് വിശ്വസിച്ച് ആരാധിച്ച് എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും, എന്റെ തലമുറയുടെ അവസ്ഥകൾ മാറും, എന്റെ ഭർത്താവിന്റെ സ്ഥിതി മാറും, കയ്പിന്റെ അനുഭവം മാറും, ആ പ്രയാസങ്ങൾ മാറും, മധുരമാക്കി മാറ്റും, ആ കുറവ് നിറവായി മാറും. ആ കുറവന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്, ആ കുറവന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്, ആ രോഗമെന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്, ആ ക്ഷീണമെന്റെ യേശുവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്. ഇന്ന് മകളിൽ വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ ദൈവം അവന്റെ ധനത്തിനൊത്തവണ്ണം എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കും തീർക്കും തീർക്കും. എണ്ണ തീരത്തില്ല, പക്ഷെ പാത്രം തീരരുത്. എണ്ണ തീരത്തില്ല, പക്ഷെ പാത്രം തീരരുത്. എണ്ണ ഈസ് കമ്മിങ് ടു ഹെവൻ, ഓയിൽ ഈസ് കമ്മിങ് ടു ഹെവൻ. പാത്രം ഇരിക്കുന്നത് ഭൂമിയിലാണ്, ഓയിൽ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. That is Holy Spirit. പരിശുദ്ധാത്മാവ് വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. പാത്രങ്ങളായിരിക്കുന്ന നാം ഇരിക്കുന്നത് ഭൂമിയിലാണ്. മതി എന്ന് പറഞ്ഞാൽ ആത്മാവ് അത്രമേ വരത്തുള്ളൂ. പോരാ, ഇനിയും വേണം, ഇനിയും വേണം എന്ന് പറഞ്ഞ ആത്മാവിനോട് ദാഹിച്ചാൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നു എങ്കിൽ അവർ എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകും, ഒഴുകും എന്ന് പറഞ്ഞു, ഒഴുകും എന്ന് പറഞ്ഞു. ആമേൻ. ഒഴുകും, അളവില്ലാതെ ഒഴുകും. പാത്രം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഒഴുക്കില്ല. പ്രാർത്ഥനയുടെ വിഷയം കിട്ടി, ഇനി ഞാൻ ചർച്ചിൽ വരുന്നില്ല അല്ലെങ്കിൽ ഹാളിൽ വരുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ ആ ഒഴുക്ക് തീർന്നു. പ്രയാസങ്ങൾ മാറി, ഇപ്പൊ ഒരുവിധ സ്വസ്ഥമായി. ചിലരുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ വരെ പരിചയമുണ്ട്, ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. ഒരു ഭയങ്കര പ്രയാസത്തിലേക്ക് നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, ഒരു വീടുകളിൽ ചെയ്യും, ആശ്വസിപ്പിക്കും. പറ്റുന്നതിന്റെ മാക്സിമം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും. അതെല്ലാം സ്വീകരിച്ച് അവരെങ്ങ് പറയും. അവർ വളർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. ബ്രദർ ഹു അറിയും, എവിടെ നിന്ന് വന്നാൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉണ്ടാകാതിരിക്കട്ടെ. എനിക്ക് മാത്രമാണ് ഇഷ്ടം പോലെ 10-17 വർഷമായി ഈ ശുശ്രൂഷയുടെ മേഖലയിൽ നിൽക്കുന്നത്. 17 വർഷമായി മിനിസ്ട്രി ചെയ്യുന്നത്, 17 വർഷമായി. അപ്പൊ അവരൊക്കെ വളർന്നു കഴിയുമ്പോൾ അങ്ങനെ 10 പുത്തനൊക്കെ വന്ന് ക്യാഷൊക്കെ ആയിക്കഴിഞ്ഞ്, കാറൊക്കെ ആയിക്കഴിഞ്ഞ്, നല്ല ഡ്രസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ, അത് വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയത്തില്ല. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് അറിയത്തില്ല. പത്രോസ് പറഞ്ഞ പോലെ അവൻ ആരാ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാളിക മുറിക്കകത്ത് നിന്റെ തലമേൽ തീ വന്ന് വീഴും. പത്രോസേ, അതിന് യാതൊരു സംശയവും സംശയമില്ല. നീ യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞ് മാറിയാലും ആ മാളിക മുറി നീ ഇല്ലാതൊരു മാളിക മുറിയില്ല. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ കൂട്ടായ്മയിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി മാറി മടുത്ത് മാറി നിൽക്കുന്ന ജനതകളുടെ മേൽ സ്വർഗത്തിലെ തീ വന്ന് വീഴാൻ പോകും. പ്രാർത്ഥിക്കാൻ വരുന്നില്ലെന്നും ഇനി വരത്തില്ലെന്നും പറഞ്ഞ് വാശി മേടിച്ചിരിക്കുന്ന ജനതകളുടെ മേൽ സ്വർഗീയമായ അഭിഷേകം. ആമേൻ, ആമേൻ. പത്രോസ് പറഞ്ഞു, എനിക്കറിയത്തില്ല ആരാ ഇവരെന്നൊക്കെ ചോദിച്ചു. ഇല്ലേ, ഒരു പെണ്ണിന്റെ മുമ്പിൽ വന്ന് ചോദിക്കും. പെണ്ണ് പറഞ്ഞു, നീ അവന്റെ കൂടെ ഉള്ളതാണല്ലോ, നിന്റെ സ്ലാങ്, നിന്റെ ഭാഷ അതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, യേശു ആരാ അറിയൂ, നമുക്കറിയില്ല. കൊച്ചി ഭാഷ പറയും, എനിക്കറിയില്ല സാറേ. പക്ഷെ വിട്ടില്ല, കർത്താവ് വിട്ടില്ല. കടപ്പുറത്ത് പോയി വള്ളവും വലയും കൊണ്ട് മീൻ പിടിക്കാൻ കർത്താവ് കടപ്പുറത്തോട്ട്. ഒരു പ്രാവശ്യം അങ്ങനെ യേശുവെ ആത്മാർത്ഥമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനെ വിട്ടുപോയാലും അവൻ എന്നെ പുറകെ വരും, അവൻ നിന്നെ പിന്തുടരും. ജീവകാലം മുഴുവൻ നന്മയും കരുണയും നിന്നെ പിന്തുടരും, പിന്തുടരും, പിന്തുടരും. യേശു നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എമാവൂസിലേക്ക് പോയാലും ശരി, പട്ടണം വിട്ടുപോയാലും ശരി, യേശു നിന്നെ പിന്തുടർന്ന് പിടിച്ച് ആ മാളിക മുറിക്കകത്ത് കൊണ്ടുവന്ന് ആ കൊടിയ കാറ്റിന്റെ അനുഭവത്തിന്റെ അകത്തേക്ക് ദൈവാത്മാവ് നിന്നെ നിർത്തും. ദൈവം വിശ്വസ്തനാണ്. ചില മുറിവേറ്റതും മടുത്തതും പിന്മാറ്റത്തിൽപ്പെട്ടതുമായ ചിലത് ദൈവം പുറത്തെടുക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ഫെലോഷിപ്പിനോട് അരുളപ്പാട് അറിയിക്കുകയാണ്.
ആലോചന അറിയിക്കുകയാണ്. മടുത്തുപോയ ചിലത്, മാറിപ്പോയ ചിലത് ഈ ദിവസങ്ങളിൽ പൊടി തട്ടി എഴുന്നേക്കുന്നത് പോലെ എഴുന്നേറ്റ് വരുന്ന ദിവസങ്ങളാണ്. 10-ാമത്തെ അധ്യായം വായിക്കാം. 10-ാമത്തെ അധ്യായം അപ്പോസ്തലർ പറഞ്ഞ 10-ാമത്തെ അധ്യായം. കൈസരി എന്ന പട്ടണത്തിൽ കൊർന്നേലിയസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനായിരുന്നു. സകലഗ്രഹത്തോടും കൂടെ. കുടുംബത്തിന്റെ കാര്യമാണ് പറയുന്നത്. കുടുംബത്തിൽ ഒന്നാമത് ഭക്തി വേണമെന്ന് പറഞ്ഞ ഭക്തി വേണം. എന്ത് വേണം? ഭക്തി വേണം. ഇതിപ്പോ കുടുംബ പ്രാർത്ഥന എപ്പോഴാ? ചിലര് പറഞ്ഞ കേട്ടോ അതൊരു 10 മണിയാവും. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് സീരിയൽ എപ്പോഴാണ് കഴിയുന്നത്, TV-യിലെ പ്രോഗ്രാം അപ്പോഴാണ് കഴിയുന്നത്. അപ്പോഴാണ് എന്നെ അത് ഭക്തിയല്ല, അത് മത്തിയാണ്. അത് ഭക്തിയല്ല, അത് മത്തിയാണ്. സ്വതന്ത്രം. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് ഭക്തിയല്ല. ഏത് പരിപാടി ഉണ്ടായാലും അത് മാറ്റിവെച്ച് വരുന്നതാണ് ഭക്തി. ഇത് ഇത്രയും പേര് ഇവിടെ വന്നില്ലേ? ഒത്തിരി പേര് വരേണ്ട സ്ഥലമല്ലേ ഇത്? അവരൊക്കെ അവിടെ പോയി കല്യാണത്തിൽ പോയിട്ടുണ്ടാകും. ഒന്നും അല്ലെങ്കിൽ വെറുതെ യൂട്യൂബിന്റെ അകത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിപ്പുണ്ടാവും. കോലാറ് വണ്ടി തള്ളുന്നത് പോലെ മറ്റവരെന്ന് പറഞ്ഞ് ഇവരെന്ന് പറഞ്ഞ് ഇങ്ങനെ യൂട്യൂബ് മാറ്റി 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 ആ കറി എങ്ങനെ വെക്കുന്ന, ഈ കറിയിൽ ഉപ്പിടണോ? എന്റെ പൊന്നെ ആന്റിമാര് കൺഫ്യൂഷൻ ആയിരിക്കുക. ഇപ്പൊ സഹോദരന്മാരെ മത്തി കൊണ്ടുവന്ന് വെച്ചാൽ പോലും കൊടുത്താൽ പോലും ഇതുങ്ങൾക്ക് വെട്ടാൻ പോലും അറിയത്തില്ല. ഉടനെ എടുക്കുന്നത് എന്താണെന്നറിയോ? ആ മറിയാമ്മ ചേച്ചി വെട്ടിയത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നിന്ന് കുത്തി നോക്കും. 5 കൊല്ലം മുമ്പ് മര്യാദക്ക് മത്തി വെട്ടിക്കൊണ്ടിരുന്ന സൂസി ആന്റിയാ. ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് വെട്ടാൻ അറിയത്തില്ല. മറിയാമ്മ പറയുന്ന യൂട്യൂബിലെ പോലെ വെട്ടണം. നമ്മൾ അറിയാതെ മറ്റൊരു തരത്തിൽ യൂട്യൂബിന് അടിമകളാകുന്നില്ലേ? പക്ഷെ ഈ കൊർന്നേലിയസ് യൂട്യൂബിന്റെ അടിമയല്ല, അവൻ ഭക്തിയുള്ളവനായിരുന്നു. ഒരാമയം പറഞ്ഞു ശ്രദ്ധിക്കുക, എന്റെ ഭക്തി യൂട്യൂബിലല്ലെന്ന് പറ. എന്റെ ഭക്തി യൂട്യൂബിലല്ല. ഞാൻ യൂട്യൂബ് നോക്കി കറികൾ ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. സേമിയ പാക്കറ്റ് കടയിൽ നിന്ന് കിട്ടും. അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണമെങ്കിൽ പോലും അറിയാമെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ വേണം. ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബ് വേണം. അവളോട് ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കുന്നതെന്ന് അറിയാം, ചൈന നല്ല ഫുഡിന്റെ സാധനം നോക്ക്. ഞാൻ എഴുതി അതൊന്നും നോക്കി ഉണ്ടാക്കണ്ട, എന്റെ വയറ് പ്രശ്നം ഉണ്ടാകും. നിനക്ക് 20 കൊല്ലം 21 കൊല്ലം തന്നില്ല, തിന്നില്ല. ഇനി എന്നാത്തിന് നമുക്ക് യൂട്യൂബ്? 20 കൊല്ലം തന്നത് ഞാൻ തിന്ന്. ഇനി ഒരു യൂട്യൂബിലെ ഫുഡിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ എന്തിന് യൂട്യൂബ് നോക്കുന്ന ഒരു കാലഘട്ടം? ഭക്തിയിൽ അങ്ങനെയല്ല. ഭക്തിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാമയം പറഞ്ഞ് വെണ്ടക്ക അരിയുമ്പോഴും, മത്തി കണ്ടിക്കുമ്പോഴും, ചെമ്പിൻ പൊളിക്കുമ്പോഴും, ചിക്കൻ വെട്ടുമ്പോഴും, പാത്രം കഴുകുമ്പോഴും, മക്കളെല്ലാം ഒരാമയം പറഞ്ഞ് തുണി അലക്കുമ്പോഴും, സ്വത്ര സ്വച്ഛിടുമ്പോഴും അന്യഭാഷയിൽ ഭക്തിയോടെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു കുടുംബം പരാജയപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു കുടുംബമാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. ഭക്തിയുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ. അവന്റെ പേരാണ് കൊർന്നേലിയസ്. ആ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് എന്നാ പറ്റി ജിനി അവിടെ? അവൻ ഭക്തൻ. എല്ലാവരും പറഞ്ഞ മത്തനല്ലെന്ന് പറഞ്ഞു. മത്തനല്ല, ഭക്തൻ. സ്വതന്ത്രം. ഭക്തനായിരിക്കണം, മത്തനാവരുത്. യൂട്യൂബിൽ മത്ത പിടിക്കരുത്, ആ TV-യിൽ മത്ത പിടിക്കരുത്. ഇപ്പൊ അൺലിമിറ്റ് ഫ്രീ ആണല്ലോ ഫോണിൽ. ഒരു കാര്യമില്ല, വെറുതെ മെസ്സേജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ ചോദിക്കുന്നതെന്ന് അറിയോ? ആ തേങ്ങ ശരിയായി, അല്ലെങ്കിൽ ആ പേരൊക്കെ പഴുത്തു. വെറുതെ ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. മെസ്സേജ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറി എന്ത് വെച്ചു? ഇന്ന് വൈകിട്ട് നീ പള്ളി വരുമ്പോ ഏത് കളറാ സാരി ഉടുക്കുന്നു? ഒരാവശ്യമില്ല, ടൈം വെറുതെ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ കൊർന്നേലിയസ് അങ്ങനത്തെ ആളല്ല. ഇത്തിരി സമയം കിട്ടിയ ഒത്തിരി പ്രാർത്ഥിക്കും. ഒരാമയം പറഞ്ഞു, ഇത്തിരി സമയം. ആ വാക്കൊന്നും എന്നോട് ചേർന്ന് പറഞ്ഞു, ഇത്തിരി കിട്ടിയ ഒത്തിരി പ്രാർത്ഥിക്കും. പറ, ഇത്തിരി കിട്ടിയ ഒത്തിരി പ്രാർത്ഥിക്കും. ഇത്തിരി സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. ഇത്തിരി സമയത്ത് ഞാൻ ഒത്തിരി സ്വോത്രം ചെയ്യും. എന്റെ ദൈവത്തിന് അപ്പോൾ ഞാൻ സ്വോത്രം ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഉറക്കത്തിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. രാത്രിയിലും എന്റെ വിളക്ക് അണയത്തില്ല. ആലയത്തിലെ വിളക്ക് 1 മണിക്കൂർ കത്തുന്നതല്ല, 24 മണിക്കൂറും കെടാതെ കത്തുന്നൊരു വിളക്ക് പോലെ എന്റെ മേൽ ദൈവത്തിന്റെ ഭക്തി ആലിക്കത്തട്ടെ. സ്തോത്രം എന്റെ വായിൽ നിന്ന് ഒഴുകട്ടെ. എന്നിട്ട് ബാക്കി അപ്പൊ 1 ഭക്തി, 2 ദൈവഭയം. എന്താണ്? നല്ലൊരു കുടുംബത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാനീ പറയുന്നത്. ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഭയം. ഇന്നിപ്പോ ഈ തിരുവനന്തപുരത്ത് വന്നപ്പോ എനിക്ക് വേറൊരു വെളിപ്പാട് കൂടി കിട്ടി.
നേരത്തെ അതില്ലായിരുന്നു. എന്താണെന്നറിയോ? തിരുവനന്തപുരത്തുകാർക്ക് പേടി ദൈവത്തെ അല്ല, പിശാചിനെയാണ്. അവർക്ക് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകവും. യേശു എന്ന് തൊണ്ടകേറി പറഞ്ഞാൽ അനങ്ങത്തില്ല, അനങ്ങാൻ പറ പോലെ. നേരത്തെ കുറെ കാലത്ത് ഒരു ചർച്ചിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്ന് ചർച്ചിനെ ശുശ്രൂഷിക്കുന്നത് കംപ്ലീറ്റ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശുവിനെ പറ്റിയാണ്. വലിയ ചർച്ച, ഒരു 2000 പേരെങ്കിലും ഉണ്ട് ആ ചർച്ചിൽ. ഒറ്റെണ്ണം ആരാധിക്കുന്നില്ല. ഞാൻ യേശുവിനെ പ്രസംഗിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പാസ്റ്റർ എന്നെ തട്ടിയിട്ട് പറയാം, നല്ല മെസ്സേജ് ആയിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, എൻ്റെ പാസ്റ്റർ ഇത്രയും നല്ലോണം യേശുവിനെ മഹാപുരോഹിതനെ വരച്ച് കാണിച്ചിട്ട് അവരൊന്നും കർത്താവിനെ ആരാധിച്ചു പോലുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നെ തട്ടിട്ട് പറയാം, ഇവിടെ മന്ത്രവാദോ കൂടോത്രോ ആഭിചാരോ ഒക്കെ പറഞ്ഞാലേ ആരാധിക്കത്തുള്ളൂ, ഇടക്കൊരിട്ട് എന്നും കൂടി പറഞ്ഞാൽ ആരാധിക്കുന്നു. അതല്ല സ്വത്രം ഭയം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഒരാമേ പറഞ്ഞു. ഈ കൂട്ടായ്മക്കകത്ത് ആരും പിശാചിനെ പേടിച്ച് ആരാധിക്കണ്ട. പിശാചിന്റെ തല തകർത്ത സന്തോഷം ആഘോഷിച്ചാൽ മതി. പിശാചിന്റെ കെട്ട് പൊട്ടിച്ച ഒരു സന്തോഷം ആഘോഷിച്ചാൽ മതി. ഒരു ആഭിചാരം, ഒരു മന്ത്രവാദം, ഒരു ശുദ്രവും നിന്നെ തൊടത്തില്ല. ഈ ഉലകത്തിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവൻ നിന്റെ അകത്തിരിക്കുന്നു. ഒരാമേൻ എന്ന് പറഞ്ഞ ആമേ. യേശു വലിയവൻ എന്ന് പറഞ്ഞ് സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ ഭക്തിയുള്ളവനാണ്, ദൈവഭയമുള്ളവനാണ്. പക്ഷെ ദൈവമക്കൾക്ക് ഇപ്പൊ ഭക്തിയും ഭയവും ദൈവത്തോടല്ല, പിശാചിനോടാണ്. പിശാചിനെ പേടിയാണ് ഇവർക്ക്, ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടി. ഇന്നലെ ഒരു സാധാ സേവക്കാരൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. സാധാ സേവ ചെയ്ത മെമ്പർഷിപ്പ് എടുത്തൊരു പയ്യനാണ്. അവൻ്റെ രക്തം കുടിക്കും, അമ്മേനെ കൊല്ലും, രക്തം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവൻ്റെ സർവീസ് ഞങ്ങൾക്ക് മെമ്പർഷിപ്പാണ്. അപ്പൊ ആദ്യം ഒരു സഹോദരിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സഹോദരിക്ക് ഭയങ്കര പേടിയായി പോയെന്ന് പറഞ്ഞു. വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ആയിപ്പോയി. നിങ്ങൾ പറഞ്ഞോളൂ, ഏത് ബാധയും എൻ്റെ കൂടാരത്തിലൊന്നും അടുക്കത്തില്ല, ഒരു തരത്തിലും എന്നെ തൊടാൻ പറ്റത്തില്ല. നമുക്ക് പേടി പിശാചിനെയല്ല, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ദൈവഭയം, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവത്തോടുള്ള ഭയം നമുക്കുണ്ടാവട്ടെ. പിശാചിനെ പേടിക്കണ്ട, അവനെ പേടിക്കണ്ട. ബൈബിൾ പറയുന്ന 4:7 യാക്കോബ് അവിടെ എഴുതിയിരിക്കുകയാണ്, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ആരെങ്കിലും നമ്മൾ പേടിക്കണം. സ്വോത്രം. പേടിക്കണ്ട, ഓടണവനെ പേടിക്കണ്ട. അവന് പേടിയായിട്ടാണ് അവൻ ഓടുന്നത്. പേടിയുള്ളവരാ ഓടുന്നത്. നമുക്ക് അവനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭയപ്പെടേണ്ട ദൈവത്തെയാണ്. അടുത്ത വാക്ക് കൂടി വായിക്കും. എന്നിട്ട് ധർമ്മം. എല്ലാരും പറഞ്ഞ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഉള്ളതുപോലെ കൊടുക്കണം. 10 പുതിയ ഉടുപ്പ് വാങ്ങിയ 2 കൊടുക്കണം. ഒരാമേൻ പറഞ്ഞു. നല്ലത് വരുന്നത് കംപ്ലീറ്റ് ഒരു 10 കിട്ടുമ്പോൾ 2 ആരെങ്കിലും ഒക്കെ എന്നാ ചെയ്യണം? കൊടുക്കണം. എല്ലാവരും പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന ആളാണ്. ഉള്ളത് അനുസരിച്ച് കൊടുത്താൽ മതി. 1 ലക്ഷം ഇപ്പം കൊടുക്കാമെന്ന് ആരും നേരരുത്. സ്വോത്രം. ഇപ്പം പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 രൂപ കൊടുക്കാൻ പറ്റും. ദൈവവേലയ്ക്കകത്ത്, ദൈവരാജ്യത്തിൻ്റെ അകത്ത് പാവപ്പെട്ട മനുഷ്യർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, ഒരാമേ പറഞ്ഞു, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർക്ക്, കടത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക്, മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ആ ത്രാണി ഇല്ലാത്തവർക്ക്, കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തവർക്ക്, യോഗ്യരായവർക്ക് നമ്മുടെ കയ്യിൽ ഉള്ള സമ്പത്ത് വെച്ച് 10 10 20 20 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, 1 കോടിയെങ്കിൽ കോടി, നമുക്ക് കഴിവിന് കഴിവ് മീതിയും കൊടുക്കണം. ഒരാമേ പറഞ്ഞ് ശക്തിയോടാമേ എല്ലാവരും പറയാമേ, ഗീവർ. ഞാൻ കൊടുക്കുന്നവനാണ്. ഞാൻ ഗീവ് ടു നേഷൻസ്. ഞാൻ രാജ്യങ്ങൾക്ക് കൊടുക്കും. ഒരാമേ പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചു. ഞാൻ കൊടുക്കും രാജ്യങ്ങൾക്ക്. നീ പറയണ ഓർത്തിരുന്നോ? കൊടുക്കാൻ വേണ്ടി കർത്താവിനെ കൊണ്ട് തരും. കൊടുക്കാൻ മനസ്സുള്ളവന്റെ കയ്യിൽ ദൈവം കൊണ്ടുവന്ന സ്ഥാനത്ത് 100% ആണ്. ഉടുതുണിക്ക് മറുതുണിയില്ല. ഒരു ചെറുപ്പക്കാരൻ 18 വയസ്സ് പ്രായമുള്ളപ്പോൾ അറബികൾക്ക് വിറ്റു, പൊട്ടക്കടത്തിന് വീഴ്ത്തപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം കേട്ടു. 18 വയസ്സേ ഉള്ളൂ. പോത്തിഫറിന്റെ ഭാര്യ പുറകെ ഓടി. അവന്റെ പേരാണ് ജോസഫ്. പഴയ നിയമത്തിൽ ജോസഫ്. കഴിക്കാൻ ഭക്ഷണമില്ല, ചൊവ്വയിൽ കൊടുക്കാൻ വസ്ത്രമില്ല, പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങളോടെ കടന്നുപോയി. നീണ്ട ചില വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ പറയുന്നു, പാണ്ഡികശാലയുടെ താക്കോൽ യോസഫിന്റെ കയ്യിൽ വന്നു. ഭൂലോകം മുഴുവൻ ക്ഷാമം,
ഭൂലോകം മുഴുവൻ ക്ഷാമം, ഭൂലോകം മുഴുവൻ ക്ഷാമം, ഓ രാജ്യങ്ങൾ മുഴുവൻ ക്ഷാമം. അവന്റെ അപ്പന് ഭക്ഷണമില്ല, അവന്റെ അമ്മയ്ക്ക് ഭക്ഷണമില്ല, അവന്റെ നാട്ടുകാർക്ക് ഭക്ഷണമില്ല. Everybody is waiting to Joseph. എല്ലാവരും ജോസഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. Hallelujah. Hallelujah. താക്കോലൊക്കെ നോക്കിയതാരെങ്കിലും കയ്യിൽ, ആരുടെ കയ്യിലും താക്കോലില്ല. ഞാൻ അവളോട് ഇങ്ങനെ കാണിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല. കിട്ടി, നിന്റെ ഊഴം പോയി, ഞാൻ നിനക്ക് തരാൻ വേണ്ടി. ഗ്ലോറി ടു ഗോഡ്. കണ്ടോ, ഒരു രാജ്യം മൊത്തം പട്ടിണിയായി, ഭക്ഷണമില്ല. ജോസഫിന്റെ അപ്പൻ യാക്കോബ് പറഞ്ഞു, മക്കളെ, മിസ്രയിൽ ഭക്ഷണമുണ്ട്, അവിടെ ഒരു അധിപതിയുണ്ട്. ഇയാൾക്കറിയത്തില്ല, ഇയാളുടെ മോനാണ്. ആളിനറിയത്തില്ല. ആൾ പറഞ്ഞു അവിടെ ഭക്ഷണം ഉണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങളൊന്ന് ചെന്നേ. ബാക്കിയുള്ള 11 കൂടി ജോസഫിന്റെ അടുക്കിലേക്ക് വന്നു. അവൻ എന്ത് ചെയ്തു? വാക്യം പറയുന്നു, ധാന്യം കൊള്ളേണ്ടതിന് എല്ലാവരും ജോസഫിന്റെ അടുക്കൽ വന്നു. ജോസഫ് പാണ്ഡികശാല തുറന്നു. എല്ലാവരും പറഞ്ഞ തുറന്നു. പാണ്ഡികശാല തുറന്നു. എല്ലാ രാജ്യങ്ങൾക്കും അവൻ കൊടുത്തു. സ്വത്രം. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ കെട്ടുന്നത് കെട്ടപ്പെടും, നീ അഴിക്കുന്നത് അഴിക്കപ്പെടും. പാണ്ഡികശാലയുടെ താക്കോൽ ജോസഫിന്റെ കയ്യിൽ കിട്ടി. ജോസഫ് രാജ്യങ്ങൾക്ക് കൊടുത്തു. വായിച്ചു. ജോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. ഒരാമൻ പറഞ്ഞു. ഭൂലോകം മുഴുവൻ ക്ഷാമമാണ്. എൻ്റെ ഒരു തന്നെ വീട്ടിലും ഒരു കിലോ അരിയില്ല, ഗോതമ്പില്ല. പക്ഷെ ജോസഫിന്റെ പാണ്ഡികശാലയ്ക്കകത്ത് എല്ലാവരും പറഞ്ഞ രാമൻ എന്ന് പറഞ്ഞു. ഭൂലോകം മുഴുവൻ ക്ഷാമം വന്നാലും സാറാഫാത്തിലെ വിധവയൊരുക്കി, കാക്കയൊരുക്കി, ദൂതന്മാരെ വിട്ട് ഭക്തന്മാരെ പോറ്റിയ ദൈവം കൊടുക്കുന്ന ദൈവമാണ്. നീ കൊടുക്കുന്ന ദൈവമാണ്. നീ കൊടുക്കുന്ന ദൈവത്തിന്റെ മകനാകൊണ്ട് നീ തുറന്ന് രാജ്യങ്ങൾക്ക് കൊടുക്കും. നീ കൊടുക്കുന്ന വ്യക്തിയായി തീരും. സ്വത്ര എന്ന വസ്തു നിങ്ങൾ കൊടുക്കുന്ന ആളായി രാജ്യങ്ങൾക്ക്. നിങ്ങൾ ഈ ദൂത് നോട്ട് ചെയ്തോ, ഇദ്ദേഹത്തിന്റെ സ്ഥിതി മാറാൻ പോവാണ്. ഇത്രയും ചെറിയ ആൾക്കാരെ കൂട്ടത്തിലുള്ളെങ്കിലും ഓർത്തോ, നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് സമ്പത്തി ദൈവദാസന് വന്ന് ചേരും. മിസ്രൈമിൽ പാണ്ഡികശാലയുടെ താക്കോൽ കട്ടമനുഭവിച്ച് ഒറ്റപ്പെട്ട് ജ്യേഷ്ഠന്മാർ മാറ്റി നിർത്തിയവന്റെ കരത്തിൽ സ്വർഗം കൊടുത്തെങ്കിൽ ഇന്ന് പകലിൽ ഈ ഭാഷയോടെ പ്രവചിച്ചു പറയുകയാണ്, നാട്ടുകാരും വീട്ടുകാരും കൂടപ്പുറപ്പുകളും കൂട്ടുവേലക്കാരും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ അതിനെ തുറന്ന് രാജ്യങ്ങൾക്ക്, നിന്റെ ബന്ധുക്കൾക്ക്, നിന്റെ അപ്പന്, നിന്റെ സഹോദരന് നീ കൊടുക്കൂ. ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കും. എന്റെ കർത്താവ് സമ്പന്നനാണ്. പാണ്ഡികശാലയുടെ താക്കോൽ ജോസഫിന്റെ കയ്യിലല്ല, ഇപ്പോൾ യേശുവപ്പന്റെ കയ്യിലാണ്. അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം സമൃദ്ധി നൽകി നിന്നെ മാനിക്കും. അടുത്ത വാക്ക് പെട്ടെന്ന് അപ്പോസ്തലൻ പറഞ്ഞു 5 അവതാരണം കൊടുക്കും. ആലോചന പറയാം കേട്ടോ. കൂടെ വരുന്ന ശാരീരിക പ്രയാസങ്ങൾ പോലെ, തളർന്ന് ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കുന്നത് പോലെ, തലയ്ക്കകത്ത് പെരുപ്പ് കയറുന്നത് പോലെയുള്ള അവസ്ഥകളെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റുന്നുണ്ട് കേട്ടോ. തലയ്ക്കകത്ത് ഒരു സ്വർഗീയ തീ ഇപ്പോൾ ദൈവം പകർന്നുകൊണ്ടിരിപ്പുണ്ട്. തലയ്ക്കകത്ത് എന്നാന്നറിയില്ല, ഒരു ഭാരം എടുത്തു വെച്ചതുപോലെ പ്രയാസപ്പെടുന്ന ഒരു വെയിറ്റ് കൊണ്ടാണ് സഹോദരി നടക്കുന്നത്. വീട്ടിൻ്റെ അകത്തും ഒത്തിരി പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും വേദനകളും ഒരു ജോസഫിനെ പോലെ വേദനപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് കടന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നിന്റെ മേൽ ചുമത്തിയിട്ട് നിന്റെ മേൽ അങ്ങനെ ഒരു നിന്ന് അനുഭവിക്കുന്ന സിറ്റുവേഷൻ. ദൈവാത്മാവ് പറയുന്ന ഭാരപ്പെടേണ്ട, കാത്തിരുന്ന് കൊള്ളുക, താക്കോൽ കർത്താവ് നിന്റെ കൈ തരും. നീ ഇവിടെ എല്ലാം നിന്ദിക്കപ്പെട്ടോ,
എവിടെയെല്ലാം ഒറ്റപ്പെട്ടോ അവിടെയെല്ലാം ദൈവത്തെ നിങ്ങൾ മാനിക്കാൻ സാധിക്കും. നിന്റെ കുടുംബം ഒരു ശാപത്തിന്റെ കുടുംബമല്ല, നിന്റെ കുടുംബം ഒരു പ്രശ്നത്തിന്റെ കുടുംബമല്ല. ദൈവം അതിനെ മാറ്റിയിട്ട് മാധുര്യമുള്ള കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ദൈവം മാറ്റും. നിങ്ങളിലൂടെ അനേകർ ക്രിസ്തുവിനെ അറിയട്ടെ. എന്നെ അങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന വീടുകൾ പോലെ കാണിച്ചിട്ട് അവന്റെ നടുവിൽ സഹോദരൻ നിൽക്കുന്നതായിട്ട് ആത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ഇത് കൂട്ടു കുടുംബങ്ങൾ പോലെയുള്ള കുടുംബക്കാരെല്ലാം യേശുവിനെ അറിയേണ്ടതിന് ദൈവം നിങ്ങളെ മുന്നമേ ഇങ്ങോട്ട് അழைച്ചിരിക്കുകയാണ്. യോസഫിനോട് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റേണ്ടതിന് ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അழைച്ചിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിലുള്ള പലരും രക്ഷിക്കപ്പെടേണ്ടതിന്, സ്നാനമേൽക്കേണ്ടതിന് ദൈവം മുന്നമേ നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ തലയുടെ പെരുപ്പങ്ങൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ തലയുടെ പെരുപ്പവസ്ഥകൾ നീങ്ങിപ്പോട്ടെ. എന്നിട്ട് നിന്ന് കണ്ണടച്ച് തല പെരുക്കുന്ന അനുഭവങ്ങൾ പോലെയുള്ള അസ്വസ്ഥതകൾ, അതുപോലെയുള്ള ഭയത്തിന്റെ ചിന്തകൾ, പ്രയാസപ്പെടുന്ന ആ ഓർമ്മകൾ, പേടിക്കുന്ന സ്വപ്നങ്ങൾ, ആ വിധത്തിലുള്ള സകല വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ ഈ മകളെ വിട്ട് മാറുക. ഇവർ നിന്ദിക്കപ്പെട്ടെടുത്ത്, ഒറ്റപ്പെട്ടെടുത്ത്, ചെയ്യാത്ത കുറ്റം ചുമത്തി ഇവളെ മാറ്റി നിർത്തി വേദനപ്പെട്ട അനുഭവങ്ങൾ, ആ വിധ നിന്ദകൾക്കകത്ത് ദൈവം വിടുവിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുക. കൊടുക്കുന്നവളായി തീരട്ടെ. അനേകർക്ക് കൊടുക്കത്തക്കവണ്ണ സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. ആ ബാധ്യതകൾ നീങ്ങിപ്പോട്ടെ. അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുത്ത്, ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിംഗ് സിസ്റ്റം മാറിയിട്ട് ഒന്നിനും മുട്ടില്ലാത്തതാ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുത്ത്, ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ദൈവം മുന്നമേ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തേണ്ടതിന്, അനേകരെ ക്രിസ്തുവിന്റെ പ്രകാശം കാണിക്കേണ്ടതിന്, നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ പോലും നീ ഒരു നിന്നാപാത്രമാണ്. പ്രാർത്ഥിക്കുന്നതിന് പരിഹാസവും നിന്നയും നീ ഒത്തിരി സഹിച്ചവളാണ്. ആ തലയുടെ പെരുപ്പം പോലെ, വേദന പോലെ, കുത്തിക്കേറുന്നത് പോലെയുള്ള അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോ സൗഖ്യമാവട്ടെ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കരങ്ങളടിച്ച് കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിച്ച് ശക്തിയോടെ, കരങ്ങളടിച്ച് കർത്താവിന്റെ ശക്തിയോടൊന്ന് സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, യേശുവേ യേശുവേ യേശുവേ, ഞങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം നിറവുള്ളവരാക്കി മാറ്റണമേ. അപ്പാ, ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ യേശുവേ. എല്ലാവരും എഴുന്നേറ്റിരിക്കാമോ? വൈകുന്നേരം എല്ലാവരും ഉണ്ടാവും. ഇതിന്റെ ബാക്കി സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങളാണ് എനിക്കിനി പറയാനുള്ളത്. ആ വീട്ടിൽ ദൂതന്മാരുടെ മിനിസ്ട്രി, അതുപോലെ സുവിശേഷകന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്, നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണുകളെ അടക്കാം. 3 ഫാമിലിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഒന്നാമത്തെ ഫാമിലിയിൽ തലവൻ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. രണ്ടാമത്തെ കുടുംബം ഒറ്റപ്പെട്ട കുടുംബം, വേദനപ്പെട്ട കുടുംബം, തിരസ്കരിക്കപ്പെട്ട കുടുംബം, കുറവുകൾ അനുഭവിച്ച കുടുംബം, വേദന അനുഭവിച്ച കുടുംബം, വൈത്തീർന്നു പോയത്, കടക്കേറും, കടത്തിന്റെ ബാധ്യതകൾ, പ്രയാസങ്ങൾ ദേശത്ത് നിന്ന. എന്നാൽ അതിൻ്റെ നടുവിൽ അത്ഭുത മന്ത്രി ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ അത്ഭുത മന്ത്രി വന്നതുകൊണ്ട് അവന്റെ സ്ഥിതി മാറി, അവന്റെ നിറം മാറി, അവന്റെ ഗുണം മാറി. ഇന്ന് പകലിലും അവൻ വന്നാലേ കാര്യമുള്ളൂ. മൂന്നാമത്തെ ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം. മൂന്നാമത്തെ കുടുംബം, ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന കുടുംബം. പ്രിയ പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നല്ല കുടുംബങ്ങളായി മാറട്ടെ. ഇതിൻ്റെ അകത്ത് മാതാപിതാക്കളുടെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അമ്മമാരുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ മക്കളെ വിട്ട് പോട്ടെ. ഭർത്താക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യമാര് കുടുംബത്തെ ഓർത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ആ മകനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ അനുഗ്രഹീതമായ ജീവിത പങ്കാളിയാണ്. കുറവുകളുണ്ട്, പക്ഷെ നിറവാക്കി മാറ്റണം.
കുറവുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് കുറവുണ്ട്, പക്ഷെ നിറവാക്കണം. അതങ്ങയുടെ അത്ഭുതത്തിന്റെ വാതിലാണെന്ന് ഇന്ന് ഈ ബ്രദർ പറഞ്ഞു. ഞങ്ങളുടെ കുറവുകൾ യേശുവേ നിന്റെ അത്ഭുതത്തിന്റെ വാതിലാണെന്ന് ഈ സഹോദരൻ പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ഭർത്താവ് ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങയുടെ അത്ഭുതം വെളിപ്പെടാനാണ്. അങ്ങ് തുടരണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? വിദേശത്തായിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അവിടെയുള്ള സെറ്റിങ്സ്, ജോലികളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. അവർ ഉയർച്ച പ്രാപിക്കട്ടെ, നന്മയുണ്ടാവട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ഞങ്ങളുടെ കുടുംബത്തിന്റെ കുറവുകളെ ദൈവം നിറവുകളാക്കി മാറ്റും. ഞങ്ങൾ പ്രാർത്ഥിക്കും, ചേർന്ന് പ്രാർത്ഥിക്കും. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകും. സീരിയല്, TV, യൂട്യൂബ് അല്ല ഞങ്ങൾക്ക് വലുത് യേശുവാ. കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ഇതിന്റെ നടുവിലൂടെ ഒരു ദൂതൻ കയ്യിൽ ഒരു ടോർച്ച് പിടിച്ച് നടക്കുന്നത് പോലെ, ഒരു പ്രകാശം കൊണ്ട് നടക്കുന്നത് പോലെ ചിലരുടെ ഭവനങ്ങൾക്കകത്തേക്ക് ആ സ്വർഗത്തിന്റെ ദൂതൻ ചെല്ലട്ടെ. തൊടേണ്ടവരെ ആ സ്വർഗീയ ദൂതന്മാർ തൊടട്ടെ യേശുവിന്റെ നാമത്തിൽ. സങ്കടത്തോടെ വന്നവരുണ്ട്, നിന്ദയോടെ വന്നവരുണ്ട്, ഒറ്റപ്പെടലോടെ വന്നവരുണ്ട്, രോഗത്തോടെ വന്നവരുണ്ട്. ഇന്ന് പകലിൽ അവരൊക്കെ സൗഖ്യവും വിടുതലും പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ. ഈ ചോപ്പ് ചൊല്ലാറിട്ട സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ നിങ്ങളുടെ വീട്ടിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും, സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിക്കും. കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെട്ട് വരും. ദൈവം മഹത്വം ആ ദേശത്ത് വെളിപ്പെടേണ്ടതിന് ദൈവം നിന്നെ ആ നാട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ചില കരിസ്മാറ്റിക്, കർത്താവ് എന്നോട് അങ്ങനെ പറയുന്നു, കരിസ്മാറ്റിക് മൂവിൽ നിൽക്കുന്ന ചില വ്യക്തികളെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ നേരത്തെ ഇങ്ങോട്ട് അഴച്ചു എന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നു. കരിസ്മാറ്റിക് മൂവ്, ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞ് കത്തോലിക്ക വിഭാഗത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ദൈവാത്മാവ് പറയുന്നു. ഇതിന്റെ അകത്തുള്ള പലരോടും ദൈവാത്മാവ് പറയുന്നു, നീ ഒറ്റക്കല്ല, യോസഫ് ഒറ്റക്കല്ല. യോസഫിന്റെ കയ്യിൽ താക്കോൽ വരുന്ന ഒരു സമയമുണ്ട്, പാണ്ഡികശാലകൾ തുറക്കുന്ന ഒരു സമയമുണ്ട്, രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. നീ ഒറ്റക്കല്ല ജോസഫെ. ബൈബിൾ പറയുന്നു യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു. ജോസഫ് കാരാഗൃഹത്തിലായിരുന്നു, ജോസഫ് പോത്തിഫോറിന്റെ വീട്ടിലായിരുന്നു, ജോസഫ് മന്ത്രിസ്ഥാനത്തായിരുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു യേശു കർത്താവ് ജോസഫിന്റെ കൂടെ ഇരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ, നിന്റെ കുടുംബത്തിന്റെ കൂടെ, നിന്റെ ഭർത്താവിന്റെ കൂടെ, നിന്റെ തലമുറയോടുകൂടെ യേശു ഇരിക്കട്ടെ. കുടുംബത്തിന്റെ സ്ഥിതികൾ മാറട്ടെ. ദാരിദ്ര്യവും പ്രയാസവും പട്ടിണിയും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സമ്പത്തുണ്ടാവട്ടെ. കടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. പലിശക്കടം, ആധാരം വെച്ചെടുത്തത്, സ്വർണം പണയം വെച്ചെടുത്തത്, കടങ്ങളുടെ മേൽ കടം കയറുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ആ എണ്ണ ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ വീഴട്ടെ. സ്വർഗത്തിന്റെ എണ്ണ ഞങ്ങളുടെ മേൽ വീഴട്ടെ. അപ്പൊ ആ പാത്രം തീർന്നിട്ടില്ല, എന്റെ ഒരു പാത്രം തീർന്നിട്ടില്ല. ഞാനാണ് പാത്രം, ഞാനാകുന്ന ഈ മൺപാത്രത്തിൽ അങ്ങയുടെ എണ്ണയെ ഇനിയും അധികം പാത്രം തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ദാഹമുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അധികമായ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികൾ മാറട്ടെ. ഞങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ കൈകളുടെ അധ്വാനം അനുഗ്രഹമായി മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഭവനം പണി തീരാത്ത ചില ഭവനങ്ങളുടെ പണികൾ തീരട്ടെ. In the name of Jesus. കടങ്ങൾ മാറിപ്പോട്ടെ, രോഗങ്ങൾ നീങ്ങിപ്പോട്ടെ. ഞങ്ങളുടെ കുടുംബം സ്വർഗത്തിലെ കുടുംബം പോലെ. അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ സ്വർഗീയ ദൂതന്മാരുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം സന്തോഷമുള്ളതായി. അവിടെ കണ്ണുനീരില്ല, അവിടെ വിലാപമില്ല, അവിടെ രോഗമില്ല, അവിടെ ഭയമില്ല, അവിടെ ക്ഷീണമില്ല. അങ്ങനെ സ്വർഗത്തിലെ പോലെ സ്വർഗസ്വനായ പിതാവേ ഭൂമിയിലുമാക്കണമേ. എല്ലാവരും പറഞ്ഞ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും.
ആക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. വൈകിട്ട് എല്ലാവരും മണ്ണുകളോ. ഒക്കെ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.